എണീക്കച്ചാ. സൂര്യമാമ എന്റെ മൊബൈൽ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. എന്റെ നമ്പറിന് ഫോൺ വിളിച്ചാൽ മതി. നീ തലയില് പച്ചമുട്ട അടിച്ചില്ലേ, അവന്റെ ആളായിരിക്കും. എന്റെ സ്ഥലം ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. ദയവ് ചെയ്ത് ആ സ്ഥലം മാത്രം എന്റെ അടുത്ത് ചോദിക്കല്ലേ. ഇത് പിടിക്ക പത്രം തടാ. ഇത് നീ എഴുതിയ വിൽപത്ര വായിക്കാൻ കേട്ടോ.
റായപ്പൻ എന്ന ഞാൻ ഈ കേബിൾ ബാബുവിന്റെ പക്കൽ നിന്ന് ഒരു വലിയ തുക കടമായി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കൊടുക്കാനുള്ള കഴിവില്ല. സുബു, ഈ കഴിവില്ല എന്ന് വെച്ചാ എന്താ? ത്രാണില്ല എന്നർത്ഥം. എന്നെ കൊണ്ട് കഴിയില്ല. സൂപ്പർ, കറക്റ്റ്. താങ്ക് യു വെരി മച്ച്. ആ കവറിങ് പി.പി.നാഥാ, വണ്ടിക്കകത്ത് ബ്ലൂ പ്രിന്റ് ഉണ്ട്. അതെടുത്തോണ്ട് വന്നേ. ആ പോയിട്ട് വരും. അല്ല ബാബു, കുറെ ദിവസമായി നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുക. എന്താ? ഈ കാലില്ലാത്ത കന്നാലിയെ താനെന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്? അവന്റെ കാലെടുത്ത് തന്നെ ഞാനാ. കുറച്ചു നാള് മുമ്പ് ഇവനെന്റെ ശത്രുവായിരുന്നു. എനിക്കിട്ടെന്നെ പണിയാൻ നോക്കി. അതിന് ഞാൻ തിരിച്ചു പണിതതാ. കാല് വെട്ടിക്കളഞ്ഞു. ഇതാണോ സുബു? ശത്രുക്കളെ ഒരിക്കലും അകറ്റി നിർത്തരുത്, അടുത്ത് നിർത്തണം. അതാണ് നല്ലത്, അല്ലേ? അല്ലേ ബിപി? വീട് ചേട്ടാ പഴയല്ല എന്തിനാ പറഞ്ഞത്? ഇത് നോക്ക്. എന്താ? ലക്ഷ്മിപുരം ഏരിയയില് എയർപോർട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു സ്ഥലം ഇവിടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് നല്ല വിലക്ക് കൊടുക്കാം. സൂപ്പർ. താൻ പറഞ്ഞ പിന്നെന്താ? ബട്ട് ഈ സ്ഥലം വാങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എൻ്റെ അനിയനാണ് കറക്റ്റ്. ഒരു മിനിറ്റ്. ചേട്ടാ, ചേട്ടൻ വിളിക്കുന്നു. എവിടാ? വെളിയിലോട്ട് വന്നാ അണ്ണാ. ഒരു അത്യാവശ്യ കാര്യമുണ്ട്, വേഗം ഇങ്ങോട്ട് വാ. അണ്ണാ, ഞാൻ വരാൻ ഒരാഴ്ചയാവും. ശരി. ബാബു ചേട്ടനോട് കാര്യങ്ങളൊക്കെ പറയായിരുന്നില്ലേ? ഏതാ പറയാൻ പറയുന്നത്? അടി വാങ്ങിച്ചതാ? അവനെ ഞാൻ ചുമ്മാ വിടത്തില്ല. അവൻ ആരാന്ന് അന്വേഷിച്ചോ? അവൻ്റെ പേര് സൂര്യ. അവനൊരു ലോക്കലാണ്. റോട്ടിലെ തട്ടുകടയിൽ ബിരിയാണി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉള്ള ആരോട് ചോദിച്ചാലും അവനൊരു തരികിടയാണെന്നാണ് പറയുന്നത്. നമ്മുടെ പിള്ളേര് അവിടെ പോയി നിന്നാ തന്നെ പേടിച്ച് സലാം ഇട്ടിട്ട് തന്നോട്ട് പോവും. അവൻ തന്നെ കുറച്ച് കൂടുതലായിട്ട് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ദേശീയത്തിൽ കടക്ക് തീ കൊളുത്തിയത്. വലിയ വീട്ടിൽ രാജ്യം ഏതാടാ ഈ രാജു? രാജുവിനെ അറിയില്ല ചേട്ടാ? അറിയാത്തോണ്ടല്ലേ ചോദിച്ചേ. ആരാടാ അവൻ? എന്താണ് ചേട്ടാ, വലിയ വീട്ടിൽ രാജുവിനെ അറിയില്ല നിങ്ങൾക്ക്? തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അറിയാത്തോണ്ടല്ലേ ചോദിക്കുന്നത്. അവൻ മിനിസ്റ്റർ അതോ വലിയ ഫിലിം സ്റ്റാറോ? അതിനും മേലെയാണ് അവൻ. ഈ സ്ഥലങ്ങളെല്ലാം വലിയ വിട്ട് രാജു ധർമ്മമായിട്ട് കൊടുത്തതാണ്. അവരെ എല്ലാവരും കലിയുഗ കർണൻ എന്നാണ് വിളിക്കാറ്. കലിയുഗ കർണനോ? എന്തൊക്കെയാടാ ഈ പറയുന്നത്? ഇതൊക്കെ ഓരോരുത്തന്മാരുടെ രാഷ്ട്രീയത്തിലേക്ക് കടക്കാനുള്ള കളികളല്ലേ? പുള്ളിക്ക് രാഷ്ട്രീയത്തിൽ വരാനൊന്നും താല്പര്യമില്ല ചേട്ടാ. പക്ഷെ പുള്ളി ഉള്ളത് മറ്റുള്ളവർക്കൊരു ബലമായിരിക്കും. പുള്ളിയുടെ സപ്പോർട്ട് എല്ലാവർക്കും ആവശ്യമാണ്. ജയിച്ചതിന് ശേഷം പറഞ്ഞു ചെയ്തില്ലെങ്കിൽ നാട്ടുകാരുടെ പിന്തുണയോടെ ആ പദവിയിൽ നിന്ന് പുള്ളി അങ്ങ് എടുത്തു. എനിക്ക് രാജുവിനെ ഇപ്പൊ തന്നെ കാണണം. വേണ്ട ചേട്ടാ, അത് നമ്മൾ തന്നെ ആപത്ത് തേടിപ്പോകുന്ന പോലെയാണ്. ഈ ആപത്ത് അവനെ അന്വേഷിച്ച് പോവുക. നിനക്ക് കത്തിയോടാ. ഇന്ന് തൊട്ട രാജുവിന് ഞാൻ ഡിസ്കോ ഡാൻസ് പഠിപ്പിക്കും. എന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എല്ലാവരോടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ആനന്ദപുരത്തിലുള്ള 20 ഏക്കർ സ്ഥലം ഒരു ഹോസ്പിറ്റൽ കെട്ടാനായിട്ട് സ്നേഹദാനം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ചിലപ്പം തോന്നിയേക്കാം ഇങ്ങനെ ദാനം കൊടുക്കുന്നത്, ഇങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ പറയുന്നതൊക്കെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ലേ എന്നൊക്കെ. ഒരു തെറ്റായിട്ടുള്ള കാര്യം ചെയ്യുമ്പോഴാണ് അത് പാത്തും പതുങ്ങിയും ആരും അറിയാത്ത രീതിയിൽ ചെയ്യേണ്ടത്. അതേ സമയത്ത് ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ച ഒരു നാട് മുഴുവൻ അറിയുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് അടുത്തുള്ളവൻ ഒരു പ്രചോദനം കൂടെ ആയിരിക്കണം. അടുത്തതായിട്ട് വലിയ വീട്ടിലെ മകൻ കൃഷ്ണ സംസാരിക്കാൻ പോകുന്നു. ചേട്ടാ, അബദ്ധത്തിൽ പോലും രാജു എന്നുള്ള പേര് പറയണ്ട. ജനങ്ങളുടെ കാതിൽ വീണാൽ അവർ നമ്മളെ കൊന്നുകളയും. അദ്ദേഹത്തിന് മുന്നിൽ സംസാരിക്കാൻ എനിക്കത്ര ധൈര്യം പോരാ. പക്ഷെ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അദ്ദേഹമാണ് ദൈവം.
അദ്ദേഹം പോകുന്ന വഴി കൂടെ നമുക്ക് എല്ലാവർക്കും പോകാം. വലിയ ലീഡറാണല്ലേ? എല്ലാരും പോയി കാല് വീഴുകയാണല്ലോ. രാമ, പോകുമ്പോ നല്ല ഏതെങ്കിലും ഹോട്ടൽ നോക്കി നിർത്തണേ. ശരിയണ്ണാ, മിലിറ്ററി ഹോട്ടലിലേക്ക് എന്താ ചേട്ടാ, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? വലിയ വീട്ടിലെ സമാധിയാണത്. ജനങ്ങൾ ഇത് അമ്പലം എന്ന് കരുതി പൂജിക്കുന്ന സ്ഥലമാണ് ഇത്. ഇത് അമ്പലമാണോ? ശവം അടക്കിയിരിക്കുന്ന സ്ഥലം നിനക്കൊക്കെ അമ്പലമാണല്ലേ? എന്റെ വായിന്ന് പോലും കേൾക്കണ്ട. ഇങ്ങോട്ടോ, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. ഇനി നീ കണ്ടോ? എടാ പോത്തെ, സാധനം എടുത്തോടാ. പീപ്പി, ഈ അമ്പലത്തിൽ ഇവിടെ വെച്ച് ഞാൻ കള്ളു കുടിക്കാൻ പോടാ. അവരെന്തൊലത്തുവെന്ന് ഒന്ന് കാണട്ടെ. അവരൊലത്താനൊന്നും പോകുന്നില്ല, പക്ഷെ നിങ്ങളെ വെട്ടിക്കൊല്ലത്തേ ഉള്ളൂ. അവരെന്ത് വെട്ടി കൈ തരുമെന്ന് നോക്കാം. ഇവിടെ വെച്ചെന്നെ ഞാൻ കുടിക്കാം. എല്ലാത്തിലും ഒരു പുതുമ വേണ്ടേ? എന്നാലല്ലേ ഒരു രസം ഉണ്ടാവും. പീപ്പി പീപ്പി പീപ്പി, ഡാൻസ് 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 കളിക്കേ. ശരി ചേട്ടാ. ബാബുണ്ണ, ഞാൻ പോയി രാജുവിനെ വിളിച്ചോണ്ട് വരാ. ചെല്ലടാ, ആളെ പോയി അടിച്ചു ചെല്ലടാ. കളിക്കേ കളിക്കേ കളിക്കേ. സൂപ്പർ. ഏയ്, ഇവിടെ ആരാടാ രാജു? ഞങ്ങളുടെ ബാബുണ്ണ വിളിക്കുവാ, വാ. എന്താണ്? ആരാടാ അടിച്ചേ? അണ്ണാ, നിങ്ങള് വിളിക്കുവെന്ന് പറഞ്ഞ് ഞാൻ പോയി വിളിച്ചു. തോളി കൈയിട്ട് സ്നേഹമായിട്ട് കൂട്ടിക്കൊണ്ട് വന്നു. എന്നാ നടന്നൊന്നും അറിയില്ല, ഞാൻ പറന്നുപോയി വീണ്. ഒന്ന് നിർത്തിയേ. എന്തൊക്കെയാ കാണിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? സ്വാമി, ദൈവം എപ്പോഴാ വരാന്നൊന്ന് പറഞ്ഞേ. വരണം, വല്ല വീട്ടിൽ രാജു. താനാണ് ഇവിടുത്തെ ദൈവം. ഈ നാട്ടിൽ 1 ഇഞ്ച് സ്ഥലം വാങ്ങിക്കാൻ കഴിയില്ലെന്ന് നീ എന്റെ പിള്ളേരോട് പറഞ്ഞത്രേ. എന്നെ കുറിച്ച് തനിക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. ഈ നാട്ടിലെ അല്ല, തന്റെ സ്ഥലം ചേർത്ത് ഞാൻ മേടിക്കും. കാണോടാ, എന്നെ കുറിച്ച് താൻ കേട്ടിട്ടുണ്ടാവും. ബാബു, കേബിൾ ബാബു. ചവിട്ടിക്കൂട്ടി ദൂരെ എറിയാൻ നീ ആരാണെങ്കിലും എനിക്കെന്താടാ? എന്റെ ലൈഫിൽ ഇതുവരെ വിസിറ്റിംഗ് കാർഡ് കൊടുത്ത് ഞാൻ എന്നെ തന്നെ സ്വയം പരിചയപ്പെടുത്തിയിട്ടേ ഇല്ല. എന്നെ പറ്റി നിനക്ക് ഒരു പക്ഷെ കേട്ടറിവുണ്ടാവും, നേരില് കണ്ടു കാണത്തില്ല. കണ്ടിട്ടും ഒരു പക്ഷെ അഹങ്കാരം കാണിക്കുന്നവന്റെ കൈയും കാലും മാത്രമല്ല, ശരീരത്തിലെ ഓരോ അംശവും വെട്ടിനുറുക്കി ദൂരെ കളയും. എന്നേക്കാൾ പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ അറിയാൻ മേലാത്ത നിന്നെ പോലുള്ള നാറികൾക്ക് നിന്റെ കാല് മാത്രമല്ലടാ, നിന്റെ ഒരു നേരിയ നിഴല് പോലും ഈ ഭൂമിയിൽ പതിയാൻ പാടില്ല. ഇപ്പൊ കണ്ടില്ലേ, അങ്ങേര് വളരെ മോശക്കാരനാണ്. ഞാൻ അപ്പളേ പറഞ്ഞതല്ലേ. അമ്മ സത്യമായിട്ട് ഞാൻ ആരോടും പറയാൻ പോണില്ല. നിങ്ങൾക്കുള്ള അന്തസ്സും എനിക്കുള്ള അന്തസ്സും ഒന്നല്ലേ? എന്താ ഇത്? ഞാൻ ഭഗവാന് ചാർത്താൻ വേണ്ടി കൊണ്ടുവന്ന ചന്ദനമാല എന്തിനാ എന്റെ ഭർത്താവിന്റെ ഫോട്ടോയിൽ തൂക്കിയത്? ആരാ ഇത് ചെയ്തത്? അത് ആരും അറിയാതെ ഇട്ടിരിക്കുന്നതാ. എപ്പോഴും ഇത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടുക്കടാ, ഇപ്പൊ തന്നെ എടുത്തേക്കാം. രാജു, ഇവരെല്ലാവരും നിന്റെ അമ്മാവും മരിച്ചു എന്ന് പറഞ്ഞ ദിവസവും പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ഇവിടെ ഉള്ളപ്പോ അദ്ദേഹത്തിന് എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ നടക്കുമോ? വിഷമിക്കാതിരിക്കുക. ഡോക്ടറെ, ഇതെല്ലാം കാണുമ്പോഴാണ് എനിക്ക്. സാറ് വിഷമിക്കരുത്. ഇതിന് മുമ്പുള്ളതേക്കാൾ മാഡം ഇപ്പോൾ എത്രയോ ബെറ്ററാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ച് ചെയ്താലും വളരെ നന്നായി. ഫോറിനിൽ ട്രീറ്റ്മെന്റ് ചെയ്താലോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. അവർക്ക് വളരെ അത്യാവശ്യം കിട്ടേണ്ടത് നിങ്ങളുടെയൊക്കെ സ്നേഹമാണ്. അതിപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ പെട്ടെന്ന് ഭേദമാവും. പല്ല് മനുഷ്യന് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഒരു പ്രായപൂർത്തിയായ മനുഷ്യന് 32 പല്ലുണ്ടാവും. ഇതിനെയാണ് കടപ്പല്ല് എന്ന് പറയാ. പിന്നെ ഇത്
എല്ലാവരും ഇതൊന്ന് നോക്കൂ. ഇത് വന്ന് കാണിച്ചത് മതിയടാ, ഇങ്ങോട്ട് നോക്ക. ഓക്കെ ഓക്കെ, ഓപ്പൺ യുവർ മൗത്ത്. 2 കടപ്പല്ലും വീണുണ്ട്. പല്ലല്ലാതെ വേറെ വല്ലതും വീക്കാണ്ടൊന്ന് നോക്കിയേ. ഓക്കെ സാർ. നിക്ക്, പല്ല് ഞങ്ങളുടെ കയ്യിലുണ്ട്. നിക്ക്, എടുക്ക്. ഏത് ചേട്ടാ? ഞാൻ തന്നില്ലടാ പല്ല്. ഓ ഒരു മിനിറ്റ് ഞാൻ എടുത്തുതരാം. എന്താടാ? ഒരു നിമിഷം ചേട്ടാ. എന്താടാ? ഇല്ലേ? ഞാൻ നോക്കട്ടെ. എന്റെ പല്ല് നീ തന്നില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ നിങ്ങളുടെ കയ്യിലുള്ള ഒറിജിനൽ പല്ല് വെച്ച് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ പല്ല് വെച്ച് ഫിറ്റ് ചെയ്യാം. ഗോൾഡോ പ്ലാറ്റിനോ എന്ത് വേണച്ചാ ഫിക്സ് ചെയ്തേക്ക്. എന്ത്? മനുഷ്യന് പല്ല് എത്ര കാലം ഉണ്ടാവും? കടപ്പല്ല് 65 വയസ്സിൽ നിന്ന് 75 വയസ്സ് വരെ ഉണ്ടാവും. ചിലർക്ക് മരിക്കുന്നവരുണ്ടാവും ബാബു. ചാകുന്നവരെ മറക്കാൻ പാടില്ലാത്തത് അവൻ എന്നോട് ചെയ്തത്. ചേട്ടാ എന്താ പല്ല് ചേട്ടാ? എന്നാ ചേട്ടാ പോക്കറ്റിലിട്ടോ. ഒരു മിനിറ്റ്, ഞാൻ എപ്പോ വിളിക്കാം. എടാ പീപ്പി, ഒരിക്കൽ കൊഴിഞ്ഞ പല്ല് പിന്നെ ഉപയോഗിക്കാൻ പറ്റടാ വിട്ടി. ഒന്ന് ഗസ് ചെയ്തേ, ഞാൻ എന്തുകൊണ്ടാ ഇത്ര ഹാപ്പി ആയിരിക്കുന്നെന്ന്? നീ തന്നെ പറയാ മോളെ. നാടകത്തിലെ ഞാനാണ് മെയിൻ റോൾ പ്ലേ ചെയ്യുന്നത്. ഞാൻ ഡയലോഗ്സ് എത്ര ഫാസ്റ്റ് ആയിട്ടാണെന്നറിയോ പറയുന്നത്. അച്ഛനൊരു ഷോ കണ്ടേ പറ്റൂ, ഒരിക്കലും മിസ് ചെയ്യരുത്. ഇവിടെ എവിടെയെങ്കിലും ഞാൻ വന്നിട്ടുണ്ടാവും മോളെ. നോക്കട്ടെ, ഞാൻ ശ്രമിക്കാം കേട്ടോ. എന്നോട് സംസാരിക്കണ്ട, എനിക്ക് പിണക്കുവാ. പൊയ്ക്കോ മോളെ. നിഷേ, അച്ഛൻ വരുന്നില്ല പോലും. നിന്റെ അച്ഛൻ നിന്റെ ഡ്രാമ കാണുകയാണെങ്കിലേ പിന്നെ ആസ്വാദന ശക്തിയെ ഇല്ലാതാകും. ആദ്യം നീ ഡയലോഗ് പ്രാക്ടീസ് ചെയ്യ്, എന്നിട്ട് എല്ലാരെയും ഇൻവൈറ്റ് ചെയ്യാം. എടി, എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? ഞാൻ ഡയലോഗ്സ് പറയട്ടെ. നോക്കട്ടെ. നിഷ ഗാങ് ഇങ്ങോട്ട് വന്നേ. നല്ല ക്യൂട്ട് ആയിട്ടുണ്ടല്ലോ നീ. ഡയലോഗ് ഒക്കെ വളരെ ഈസിയാണ്. എല്ലാറ്റിനും തന്നെ ഇവിടെ 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 എന്ന് ചേർത്താൽ മതി. എന്ത്? അതൊക്കെ ഗ്രാമത്തിലെ ഭാഷയാണ്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. എന്റെ പെർഫോമൻസ് കണ്ടിട്ടേ നിങ്ങൾ എല്ലാവരും ഞെട്ടാൻ പോവാ. എന്റെ പേര് നിഷാന. ഞാൻ തലശ്ശേരിയുടെ അടുത്ത്. അതേതാ സ്ഥലം? ഗന്ധർവ്വകോട്ട. ഹലോ നിഷ, ഞാൻ എന്താ പറയണേ, നീ എന്താ കാണിച്ചു കൂട്ടുന്നേ? ഈ സീൻ എന്താണെന്നറിയോ? നീ ഒരു മോശമായ സ്ഥലത്ത് വന്ന് ഇങ്ങനെ പെട്ടിരിക്കുക. ഈ സീൻ മുഴുവനും നിനക്കൊരു ശോകമുണ്ടാവണം. സർ, വിഷമൊക്കെ ഉണ്ട്, പക്ഷേ I don't know, I mean how to. അപ്പൊ എല്ലാം അകത്തുണ്ട്, പുറത്തേക്ക് വരുന്നില്ല. അതല്ല കാര്യം. അതാ ഞാനും പറഞ്ഞോണ്ടിരിക്കുന്നത്. ഗെറ്റ് ഇൻവോൾവ്ഡ് ഇൻ ദ റോൾ. കണ്ടിന്യൂ ചെയ്യ്. ഓക്കേ സർ. ഏയ്, എന്താ നിന്റെ പേര്? എന്റെ പേര് നിഷ. ഞാൻ തലശ്ശേരിയുടെ അടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാ വരുന്നത്. എന്താ കുട്ടി രണ്ടുപേരല്ലേ കഴിക്കണേ? ഐ എം സോറി സർ, ബട്ട് എനിക്ക് ഭക്ഷണം കൈകൊണ്ട് കഴിച്ച ശീലമല്ല. അതേ കിടക്കുന്നു ഇവിടെ. പാവപ്പെട്ടവരെന്ന് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഭക്ഷണത്തിന് തീരെ വകയില്ലാത്തവരെ ഭക്ഷണം കണ്ടാൽ ഉടനെ ഇങ്ങനെ കയ്യിലെടുത്തേ അത് ഒരേ അടിയിൽ ഇങ്ങനെ ഓയിൽ ഒഴിച്ചിടും. അതാണ് സത്യം. എന്താ ഈ മുഖം കൊണ്ട് ഘോഷി കാണിക്കുന്നത്? ഇതാണ് നിന്റെ ഭാവമെങ്കിൽ നീ കരയാണെന്ന് ഒരു കുഞ്ഞു പോലും പറയില്ല. ജനിച്ച ദിവസം മുതൽ ഇന്ന് വരെ നീ ഒരു പ്രാവശ്യമെങ്കിലും മുകളിലേക്ക് നോക്കി ആകാശം കണ്ടിട്ടുണ്ടോ? വൈ സർ, എന്തിനാ ആകാശം കാണുന്നത്? കാണണം, എല്ലാം കണ്ട് അനുഭവിക്കണം. വെറുതെ മൊബൈലിലേക്ക് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ലോകം അനുഭവിക്കണം. ഇതെല്ലാം നന്നായിട്ട് വായിച്ച് പ്രാക്ടീസ് ചെയ്യ്. നിങ്ങൾ എന്ത് സ്റ്റുഡൻസ് ആണെങ്കിലും പോലീസ് വേഷം അണിഞ്ഞ ഒരു ഗാംഭീര്യത്വമൊക്കെ വേണം. എന്നെ തന്നെ നാണം കെടുത്താണല്ലേ. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ജനങ്ങളെ അബ്സർവ് ചെയ്തോളാം. എൻ്റെ പേര് ഉഷ. എൻ്റെ നാട് തലശ്ശേരി. തലശ്ശേരിയുടെ അടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എക്സ്ക്യൂസ് മീ, ഒരു ബിയർ തരുമോ? എനിത്തിങ്. ഒരു 75 രൂപ എടുത്തേ. കൊണ്ടാ. എന്താ മോളെ, കയ്യിൽ കാശില്ലേ? സാരല്ലേ, വിട്. അവർക്കൊരു 3 ബീർ കൊടുക്ക. വേണ്ട വേണ്ട, സാരല്ല, വാങ്ങിക്കോ. നാണിക്കാതെ കുടിക്കുന്നേ.
നിന്റെ റേറ്റ് എത്രയാ? ഡാ അളിയാ, എന്നോട് കള്ളു അഭിനയിക്കല്ലേ? വാങ്ങിത്താടാ. കടാ എന്താ അത്ര ധൃതി? ഞാൻ റേറ്റ് സംസാരിച്ചോണ്ടിരിക്കാത്തവനെ അവള് ഓടിയടാ. വണ്ടി എടുക്ക. എടാ മച്ചാനെ വണ്ടി എടുക്ക. എവിടാ അവള്? എന്താ കുട്ടിയത്? ഒന്ന് നോക്കി പൊയ്ക്കൂടെ? ആ ശരി പോ. ഹലോ, കോഴീനെ കയ്യിലാക്കി ഫുഡ് സ്ട്രീറ്റ് ഇല്ലേ, അങ്ങോട്ടേക്ക് വാ. ഓടുകയാണോ? ഇപ്പൊ ഓട് നോക്കട്ടെ. തരത്തന്നെ ഇങ്ങോട്ടൊന്ന്, ഇങ്ങോട്ട് വാ. എന്താ പ്രശ്നം? എടീ കേട്ടോ, ഞങ്ങൾ 6 പേരേ ഉള്ളൂ. എക്സ്ട്രാ ഒന്നും തരില്ല, കാശ് ശരിക്ക് തന്നേക്കും. നിനക്ക് എന്ത് വേണമെങ്കിലും കൊടുച്ചോ. ഇവനാരാടി? നിന്റെ ബ്രോക്കറാണോ? ആ അവളുടെ റേറ്റ് എന്താന്ന് പറയടാ. ഇത് പിടിക്ക്. എടി ഇതുകൊണ്ട് പിടിക്കാനാ പറഞ്ഞത്. പിടിക്ക്. ഈ സമയത്ത് ഇങ്ങനെ ഇറങ്ങിയോണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. നിന്റെ നാട് എവിടെയാ? എന്താ പേര്? എന്റെ പേര് ഉഷാന്ന. എന്റെ നാട് തലശ്ശേരിക്ക് അടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമമാണ്. എന്റെ അമ്മയുടെ സ്വന്തം അനിയൻ നീലകണ്ഠൻ അങ്ങയുടെ ക്ലോസ് ഫ്രണ്ട് ചന്ദ്രനും ചേർന്ന് എനിക്കൊരു ജോലി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത്. അതിനുശേഷം മറന്നല്ലോ, ആണുങ്ങളുള്ള സ്ഥലം നോക്കി എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് വിട്ടു. അവിടെയാണെങ്കിലോ രാത്രി സമയത്തായിരിക്കും ഒരുപാട് ആളുകൾ വരുന്നത്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും, ഇരുന്ന് വെള്ളമൊക്കെ അടിക്കും. അതിനുശേഷം എന്നോട് മോശമായിട്ട് പെരുമാറും. ഒരിക്കലും പെണ്ണായിട്ട് ജനിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ധൈര്യമായിട്ടിരുന്ന് ഒരു തീരുമാനമൊക്കെ എടുത്ത് ആ സ്ഥലം ഉപേക്ഷിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. മര്യാദയ്ക്ക് ഒരിടത്ത് നിന്ന് പറ. നീ എന്താ ഡ്രാമ കളിക്കാണ്? എന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ നിങ്ങളെ പോലവർക്ക് തമാശയായിട്ടാണല്ലോ തോന്നുന്നത്. മണം അടിക്കുന്നുണ്ടല്ലോ, നീ കുടിച്ചിട്ടുണ്ടോ? അത് പിന്നെ റൗഡികളൊക്കെ വഴക്കുണ്ടാക്കുന്ന സമയത്ത് എന്റെ മേത്ത് ഒഴിച്ചിട്ട് പോയതാണ്. നിന്റെ ആട്ടം കണ്ടപ്പോഴേ തോന്നി നീ രണ്ടെണ്ണം അടിച്ചിട്ടാ വന്നിരിക്കുന്നതല്ലേ. പാവങ്ങളെ നിങ്ങള് ഇത്രയ്ക്ക് തരം താഴ്ത്തിയാണല്ലേ കാണുന്നത്. ഓ അങ്ങനെയൊന്നും അല്ല, നിന്റെ ആട്ടം കണ്ടപ്പോ എനിക്ക് തോന്നി, അതുകൊണ്ടാ ചോദിച്ചേ. നീ ബാക്കി പറ. ചോദിക്ക്. അയ്യോ പറയേ. എന്റെ പേര് ഉഷാന്ന. ഞാൻ വരുന്നത് തലശ്ശേരിക്ക് അടുത്തുള്ള. അതൊക്കെ ഞാൻ കേട്ടതാ, നീ ബാക്കി പറയേ. പിന്നെന്താ നടന്നേ? അതിനുശേഷം എന്താന്ന് വെച്ചാ എനിക്കിപ്പോ നല്ലോണം വിശക്കുന്നുണ്ട്. ഈ സമയത്ത് അനാവശ്യ ചോദ്യങ്ങളൊന്നും ചോദിക്കല്ലേ.
ഇനി നീ ബാക്കിയൊന്നും പറയാൻ നിൽക്കണ്ട. തൽക്കാലം എന്തെങ്കിലും കഴിക്കാം. വാ. എന്നെ എന്റെ നാട്ടിലേക്ക് എന്നെ പറഞ്ഞു വിട്ടേക്കോ സർ. എനിക്ക് ഈ സ്ഥലത്ത് നിൽക്കണ്ട. ഓ സമ്മതിച്ചു. അവിടേക്ക് ബസ് ഉണ്ട്, ട്രെയിൻ ഉണ്ട്, ഏതിലെങ്കിലും ഞാൻ കയറ്റി വിടാം. നീ ഒന്നും പേടിക്കണ്ട. വാ, ആദ്യം എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. കഴിച്ചിട്ട് നിന്നെ കയറ്റി വിടാം. നിന്റെ നാടോടെ? കോഴിക്കോടാ? അല്ല തലശ്ശേരിയുടെ അടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്താണ്. എടാ ബഹളം വെക്കാതെ. നീ ചുമ്മാ നിൽക്കുന്നേ. ഇതെടുത്ത് കൊടുക്ക്. പെട്ടെന്ന് അങ്ങോട്ട് കൊടുക്ക്. ഇന്നാ ഇതമ്മയ്ക്ക്. അവിടെ ഇരിക്കേ, ഇരുന്ന് കഴിക്കമ്മേ. നീ ഇവിടെ ഇരിക്കേ. സിറ്റ് ഡൗൺ. കൊള്ളാവോ? കഴിക്കേ. മോനെ, എന്റെ കുഞ്ഞിന് സുഖമില്ലാണ്ടിരുന്നപ്പോ മരുന്ന് വാങ്ങിക്കാൻ കാശ് തന്നില്ലായിരുന്നോ? ഇപ്പൊ എന്റെ കൈ കാശുണ്ട്. ദാ പിടിച്ചോ. ഇതേ നോക്കമ്മേ, ഞാൻ അമ്മയ്ക്ക് കാശ് തന്നത് എനിക്കത് തിരിച്ചു തരാൻ വേണ്ടിയിട്ടല്ല. വേറെ ആരെങ്കിലും സഹായം ചോദിച്ചിട്ട് അമ്മയുടെ അടുത്ത് വന്നാൽ ഇതമ്മ അവർക്ക് കൊടുത്തേക്ക്. അവർ കാശ് തിരിച്ചു തരാൻ വേണ്ടി വരികയാണെങ്കിൽ ഇതമ്മ അവരോടങ്ങ് പറഞ്ഞേക്ക്. അമ്മയ്ക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇതമ്മയുടെ കയ്യിലിരിക്കട്ടെ. ഇതാ കഴിക്കേ. ചേട്ടാ, കഴിച്ചിട്ട് 2 ദിവസമായി. നിങ്ങൾക്ക് നല്ലതേ വരൂ ചേട്ടാ. അല്ല എന്താ ഇത്? നിന്റെ ട്രെയിൻ പോയി, ബസ് പോയി, ഇപ്പോൾ ഇതാ ഭക്ഷണവും പോയി. നിനക്ക് വേറെ ഒന്ന് ഞാൻ അറേഞ്ച് ചെയ്യാം. വാ, എഴുന്നേക്ക്. നിങ്ങളെ ഇവിടെയുള്ള എല്ലാവർക്കും എന്നും ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? എനിക്ക് ബിരിയാണിയുടെ ബിസിനസ് അല്ലേ, അത് മിച്ചം വരുമ്പോഴേക്ക് ഞാൻ അതെടുത്ത് ഇവർക്ക് കൊണ്ട് കൊടുക്കും. അതായത് പിടിക്കേ. ഞാൻ വിചാരിച്ചു നിങ്ങൾ ദിവസം കൊടുക്കാറുണ്ടെന്നാ. ഇപ്പോ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നീ കേറ്, ഞാൻ നിന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നേ. അവിടുന്ന് വയറ് നിറച്ച് കഴിക്കാം. ഇന്നേക്ക് ഞാൻ ലേറ്റാ വന്നു. ഇല്ലെങ്കിൽ 2 പെഗ് കൂടുതൽ കഴിച്ചിട്ടുണ്ടാവും. കുടിച്ചു, പക്ഷെ വാള് വെക്കരുത്. നിങ്ങള് വെള്ളമൊന്നും അടിക്കാറില്ലേ? അയ്യോ, എനിക്ക് ആ ശീലം പണ്ടേ ഇല്ല. വേണമെങ്കിൽ നീ ഒരു പെഗ് അടിക്കുന്നോ? അയ്യോ, എനിക്കതിന്റെ മണം തന്നെ തീരെ ഇഷ്ടമല്ല. നീയും ഇവളും തമ്മിൽ എന്ത് മാച്ചാടാ ഉള്ളത്? എന്തർത്ഥത്തിലാ നീ ചേച്ചിന്ന് വിളിച്ചത്? നീ എന്താ ഇവളുടെ അനിയനാണോ? ചേച്ചിയെ കണ്ടതും ചേച്ചിന്ന് വിളിക്കാൻ തോന്നി, അതാ ചേച്ചിന്ന് വിളിച്ചേ. അതിനെന്നാ? ചേച്ചി നിങ്ങൾ കഴിക്കും. നീഗ്രോ വന്നിരിക്കുന്നു. ഹലോ, മോളിലിരിക്കുന്ന കഴിച്ചിട്ട് ഇത് പ്ലേറ്റ് ആണെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞേക്കല്ലേ. ഇത് കഥക് റൊട്ടിയാണ്. ഇത് കൂടി ചേർത്താണ് കഴിക്കേണ്ടത്. ശരിയാണ് പറഞ്ഞത്. അത് ശരി, ഇത് പ്ലേറ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചു. 2 പ്ലേറ്റ് എടുത്തുണ്ടോ? നമ്മൾ ഇതുപോലെ ആകാശം നോക്കിക്കൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നതേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ആകാശം നോക്കിക്കൊണ്ട് ഭക്ഷണം വായിലോട്ട് കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ സമ്മതിച്ചു. അത് മൂക്കിലോട്ട് അങ്ങനെ കയറിയാൽ അതിലും നല്ല രസമായിരിക്കും. കഴിക്കേ. തമാശ പറഞ്ഞതാണല്ലേ. നിങ്ങളെ ആളത്ര ശരിയല്ല. ഒരു നല്ല അച്ഛനെ ഇങ്ങനെ വെള്ളം അടിക്കാൻ സമ്മതിക്കുന്ന എന്തിനാ? എന്റെ അച്ഛനുണ്ടല്ലോ, മറ്റുള്ളവർ നന്നാവാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ത്യജിച്ച ആളാണ്. അതുകൊണ്ടാണ് ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് എന്താണ് ഇഷ്ടമെന്ന് മനസ്സിലാക്കി അത് ഞാൻ വാങ്ങിക്കൊടുക്കുന്നത്. അദ്ദേഹത്തിന് കുടിക്കണം തോന്നുകയാണെങ്കിൽ കുടിക്കട്ടെ, എൻജോയ്. അല്ല, നമ്മളെന്തിനാണ് ഈ പ്രേതമൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? പെട്ടെന്ന് കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്ക്. എവിടെയോ? നമ്മുടെ നാടിന്റെ ക്ലൈമറ്റ് അനുസരിച്ച് ഈ ടെറസിൽ കിടന്നാലേ നല്ല ഉറക്കം കിട്ടൂ. നീ ആ കാണുന്ന ബെഡിൽ കിടന്നു, ഞാൻ താഴെ കിടന്നോളാം. വാ. വഞ്ചിരമണി, നിനക്കൊരു ദിവസം വെച്ചിട്ടുണ്ട്. എന്റെ അച്ഛൻ ഒരു പ്രാവശ്യം ഒന്ന് ഓഫായി പോയതാ. എന്ത്? ഹാർട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ദിവസം യോഗ ചെയ്യുന്നത്. നീയും ദിവസം യോഗ ചെയ്യേ. അതിന് എനിക്കെന്ത് പ്രശ്നമുള്ളത്? അതെ, നമ്മൾ യോഗ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ബോഡി സ്പെയർ പാർട്സ് എല്ലാം സർവീസ് ചെയ്തതുപോലായി മാറും. അത് മാത്രമല്ല, നിന്റെ ബ്രെയിൻ ഉണ്ടല്ലോ, അത് വാട്ടർ വാഷ് ചെയ്തതുപോലെ ആകും. പ്രാന്ത് പിടിച്ചതുപോലെയുള്ള നിന്റെ പെരുമാറ്റം അങ്ങ് മാറും. അപ്പൊ എന്നെ കണ്ടിട്ട് ഒരു പ്രാന്തിയെ പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അയ്യോ അല്ല, യോഗ ചെയ്താൽ നല്ലതാണെന്ന് പറയായിരുന്നു. ശരി, എന്നെ നിങ്ങൾ എന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിട്ടേക്ക്. അവിടെ എന്റെ നാട്ടുകാരനെ ദിനകരൻ എന്ന് പറഞ്ഞ ഒരാള് ജോലി ചെയ്യുന്നുണ്ട്. പറ്റുമെങ്കിൽ അദ്ദേഹത്തെ ചെന്ന് കണ്ടിട്ട് ഞാൻ നാട്ടിലേക്ക് പോയിക്കോളാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി നോക്കാം. ആകെയുള്ളത് ഒരു ജീവിതമാണ്. ഇതുവരെ നടന്നതിനെ പറ്റി ഓർമ്മയില്ല, നടക്കാൻ പോകുന്നതിനെ പറ്റി അറിയേയില്ല.
നമ്മൾ എവിടെയാണ് ജീവിക്കാൻ പോകുന്നത്, എന്താണ് കഴിക്കാൻ പോകുന്നത് എല്ലാം എഴുതി വെച്ചിരിക്കുക. വിധി നമ്മുടെ അടുത്ത് ഒന്നുമില്ല. ഞാനിപ്പോ എന്ത് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ എന്നെ ചീത്ത പറയുന്നത്? ചീത്ത പറഞ്ഞതല്ല, അനുഭവം, പഴഞ്ചൊല്ല്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് നിന്റെ ബ്രെയിൻ ഒന്ന് വാട്ട് വാഷ് ചെയ്യാനായിട്ട്. ഞാനെന്തോ പറയുന്നു, നീ എന്തോ മനസ്സിലാക്കുന്നു. ശരി, ചായ കുടിക്കേ. നിനക്ക് പോകേണ്ടത് ഞാൻ കൊണ്ടുവിടാം. എന്റെ പേര് ഉഷ. അയ്യോ, ഈ കഥ നിങ്ങൾ മുതൽ കേൾക്കാൻ തുടങ്ങിയതാ. ഒന്ന് നിർത്ത്. ഇതാണ് നീ പറഞ്ഞ അഡ്രസ്. താങ്ക് യു. ഞാൻ പോയിട്ട് വരെ. ഒരു മിനിറ്റ്, ഇങ്ങൊന്ന്. എന്താ നിന്റെ ഫ്രണ്ട് ദിനകരൻ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുന്നത്? ദിനകരനോ? ഇത് വെച്ചോ. എനിക്ക് പണമൊന്നും വേണ്ട. അതൊന്നും സാരമില്ല, നീ സേഫായിട്ട് നാട്ടിലെത്താൻ നോക്ക്. സൂക്ഷിച്ചു പോണേ. അപ്പൊ ശരി. നീ എങ്ങോട്ടാ പോയിരുന്നത്? അതൊരു വലിയ കഥയാ. ഹായ്. എന്റെ പേര് ഉഷ എന്നാ. എന്റെ നാട് തലശ്ശേരിക്ക് അടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമം. എന്റെ അമ്മയുടെ അനിയൻ നീലകണ്ഠനും അദ്ദേഹത്തിന്റെ ചേട്ടനും. ഇതാ വാങ്ങിക്കോ, ഇതാ കഴിച്ചോ. ഏയ്, നീ ചോറ് കണ്ടിട്ടേ ഇല്ലേ? പതുക്കെ കഴിക്കേ. തൊണ്ടയിൽ അങ്ങനെ കുടുങ്ങി ചത്തുപോയാലേ ലോക്കപ്പിൽ നിന്ന് മരിച്ചത് ഞങ്ങൾക്കാ പ്രശ്നം. എന്താ ഒരു അതിശയം! ഒരു രാത്രി കൊണ്ട് നീ ഇത്ര അധികം പെർഫോമൻസ് തന്നോണ്ടിരിക്കുന്നത്. സത്യമായിട്ട് പറ, നിന്നെ ആരാ ഇതൊക്കെ പഠിപ്പിച്ചേ? സത്യം പറഞ്ഞോളാം. അതെ, എല്ലാരും നിന്നെ കുറിച്ചാ സംസാരിച്ചോണ്ടിരിക്കുന്നേ. എടി, നീ രാത്രി ചെന്ന് മോഹൻലാലിനെ കണ്ട് അഭിനയം പഠിച്ചോ? പവർ സ്റ്റാറിയെ കണ്ടത്. ഓഹോ, ഇന്ന് രാത്രി തന്നെ ബാംഗ്ലൂരിലേക്ക് പോണം. ഒരു 3 ദിവസം കൂടി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ. ഇവിടെ തന്നെയോ? എനിക്ക് ഈ കോസ്റ്റ്യൂം വേണം. ഇത് ഞാനിങ്ങ് എടുക്കുക. ഓക്കെ മാഡം. നിനക്ക് ഞാൻ എന്ത് കുറവാടാ വെച്ച ഈ മാതിരി ജോലിയൊക്കെ ചെയ്തു കൂട്ടാൻ? സാറേ സാറേ വേണ്ട സാറേ വേണ്ട. നിന്നെ ആരാ തല്ലിയത്? നിന്റെ അമ്മാമനല്ലേ? അതിനെത്രയും വിഷമിക്കണോ കൃഷ്ണ? ചെറുപ്പത്തിൽ ആരെങ്കിലും നമ്മുടെ തലക്കടിച്ചാൽ പോലും നമ്മളത് കാര്യമായിട്ട് എടുക്കാറില്ല. വളർന്നു കഴിയുമ്പോൾ ആരെങ്കിലും തൊട്ടാൽ പോലും പിന്നെ തീർന്ന് നമ്മുടെ ഉള്ളിൽ ആണുണരും. സുബു സർ, ഞാൻ അടുത്തുപിടുത്ത സ്വർണ്ണമാണോ വിറ്റത്? അത് വിറ്റതെന്നല്ല പറയാ, മോഷണം എന്നാ പറയാ. അമ്മാവൻ ചെലവിന് പണം തരുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾക്ക് കാശ്? ബിസിനസ് ചെയ്യാൻ. കൃഷ്ണ, ഇപ്പോൾ പണം സമ്പാദിക്കുന്നത് വളരെ ഈസിയാണ്. അതും നിന്നെപ്പോലെ ബാക്ക്ഗ്രൗണ്ട്, നാട്ടിൽ നല്ല പേരുള്ളവർക്ക് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കോടികളുടെ ഡീല് നടത്താൻ പറ്റും. എൻ്റെ അടുത്തൊരു കെമിക്കൽ ഫാക്ടറി പ്രപ്പോസലുണ്ട്. മണ്ണിന് വളമിടുന്നതിന് പകരം വിഷമിടാൻ പ്ലാൻ ചെയ്യാണോ? നിങ്ങോട്ട് നോക്കിക്കേ, നമ്മുടെ നാട്ടിൽ ഒരു ഫാക്ടറിയും വേണ്ട. അത് വരാൻ ഞാൻ അനുവദിക്കുകയുമില്ല. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഞങ്ങളുടെ പങ്ക് ഞങ്ങൾക്ക് തന്നാലേ ഞങ്ങളുടെ ബിസിനസ് ഞങ്ങൾ നോക്കിക്കോളാം. പങ്കോ? എന്തിന്റെ പങ്കാ മോനെ? കൈക്കും കാലിനും ചെലവ് ചെയ്ത് എഴുതി വെക്കാൻ പറ്റുമോ? ഈ വലിയ വീട്ടിലെ സ്വത്തൊക്കെ നിനക്കുള്ളതല്ലേ? അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല മോനെ. ഇതൊക്കെ അമ്മാവാ, കെമിക്കൽ ഫാക്ടറിയിൽ എത്ര കാശുണ്ടാക്കാന്ന് അറിയാമോ? ഇതൊരു കാര്യം ഞാൻ പറയാം. കർഷകർക്ക് നല്ലത് ചെയ്തില്ലേലും സാരമില്ല, ദ്രോഹം ചെയ്യാൻ പാടില്ല. നല്ല കുടുംബത്തിൽ ജനിച്ചവനല്ലേ, നല്ലത് ചിന്തിക്കാൻ നോക്ക്.
രാജു രാജു ഇന്ന് നിന്റെ മാമൻ നാട്ടിൽ നിന്ന് വരാന്ന് പറഞ്ഞതല്ലേ? സ്റ്റേഷനിലേക്ക് കാർ അയച്ചില്ലേ? എടാ നാഗരാജ്, നീ കാറും കൊണ്ട് സ്റ്റേഷനിലേക്ക് ചെല്ലേ. ശരി ചേച്ചി. ലക്ഷ്മി, കൃഷ്ണൻ എഴുന്നേറ്റ് കുളിച്ചോ മോളെ? അയ്യോ, ഞാൻ എഴുന്നേറ്റിട്ട് ഇനിയും കുളിച്ചിട്ടില്ല. ഞാനേ ആദ്യം പോയി കുളിച്ചിട്ട് വരാം. രാജുവിന് വേറെന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ? ചേട്ടാ, സരോജ ലൈനിലുണ്ട്. എന്തുവാടാ? മസാജ് ചെയ്തു തരാന്ന്. സരോജ, ആ സാറേ നമസ്കാരമുണ്ട്. ആ നമസ്കാരം. എടുക്കടാ ഇത്. ഇതിൽ ഈ പിന്നു കുത്തം നിന്നോട് ആരാ പറഞ്ഞേ? പോയി വാങ്ങി. നിങ്ങൾ സൂര്യനെ ശ്രദ്ധിച്ചോ? ബാക്കി കൊണ്ടുവരണം. എനിക്കിത് ഇഷ്ടമല്ല, നിനക്കറിയില്ലേ? ഏയ് റൗഡി, ഇവിടെ വാടാ. ഇതെന്തിനാടാ കാണിച്ചേ? എന്താ എന്താ കാര്യം? എന്താടാ ചേട്ടൻ എന്നെ നോക്കി റൗഡി എന്ന് വിളിച്ചത് കേട്ടില്ലേ? നീയല്ലേ ചേട്ടൻ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇവനെന്തിനാടാ അടിച്ചേ? അത് കാര്യം വേറൊന്നുമല്ല ചേട്ടാ. ഇവൻ വെള്ളം അടിച്ചിട്ട് നെഞ്ചു വരെ ലുങ്കി എടുത്തിട്ട് അഹങ്കാരം കാണിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കുറെ നേരം ശ്രമിച്ചു നോക്കി, അതിനുശേഷം ഓപ്പറേഷൻ നടത്തി. എന്താ നീ ഡോക്ടർ എന്നാണ് നിന്റെ വിചാരം? അല്ല ചേട്ടാ, എന്റെ അച്ഛനാണ് എപ്പോഴും ഡോക്ടറെ വിളിച്ചോണ്ടിരിക്കുന്നത്. എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. വിളിക്കുകയാണെങ്കിൽ പൊയ്ക്കോളാം. എന്റെ പയ്യന്മാരെല്ലാം ഇടയ്ക്കിടയ്ക്ക് നിന്നെ പറ്റി കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവനെ എന്താണ് ഒന്നും ചെയ്യാത്തതെന്ന് എന്നോട് ചോദിക്കുന്നു. എന്നെ പോലൊരു നല്ല പയ്യനെ എവിടെ അന്വേഷിച്ചാലും കിട്ടില്ലെന്ന് പറഞ്ഞു കൊടുക്കേട്ടാ. ഇവൻ വന്ന് എന്താ പറഞ്ഞേ? നിന്റെ തല എടുക്കണമെന്ന് പറയുന്നവർ. അതിനു മുമ്പായിട്ട് ഇലയിടാൻ പറഞ്ഞേട്ടാ. എന്താ ബാബേ, മോക്ക് ചോക്ലേറ്റ് വേണോ? സൂര്യ, ഇന്ന് നീ മറ്റും ഇല്ലായിരുന്നെങ്കിൽ കുടുംബത്തോടെ ഞങ്ങളുടെ എല്ലാവരും കഥ കഴിഞ്ഞാൽ ദൈവത്തെ പോലെ വന്ന് ഞങ്ങളെല്ലാവരും രക്ഷിച്ചു. ദൈവവും പോലീസും പ്രശ്നമെല്ലാം തീർന്നു കഴിയുമ്പോൾ മാത്രമേ അവർ വരികയുള്ളൂ. ഞാനൊരു മനുഷ്യൻ, കുറച്ച് നേരത്തെ വന്നേ ഉള്ളൂ. ഇത് ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് നീയാണ് എനിക്ക് ദൈവം. അതൊക്കെ അങ്ങ് വിടിച്ചേട്ടാ. ഇതാണ് മോൾ കരയുന്നു. നിങ്ങൾ വീട്ടിൽ പോയി നോക്ക്. ചെല്ലേ? ആ ചെല്ലേ. ആ എന്തൊക്കെ സംഭവിക്കുന്നൊന്നും ചേച്ചി, മനസ്സിലാകുന്നില്ല. ഫുഡ് സ്ട്രീറ്റ് എവിടെയുള്ള? നേരെ പോമോളെ, ആ കടയുടെ അടുത്തുള്ളത്. ഓക്കെ. ഒറിജിനൽ നോട്ടാണോ? പിന്നെ ഒറിജിനൽ. അപ്പൊ ഇതെല്ലാം. ഹലോ ഉഷ മാഡം, ഇതൊരു നാട്ടിലേക്ക് പോയില്ലേ? സെക്യൂരിറ്റി ദിനകരനായിട്ട് ഷോപ്പിംഗ് ആണോ? ഷോ, ഇത് ദിനകരനല്ല. അപ്പൊ പിന്നെ ഇതാരാ? കരുണാകരനാണോ? ഈ കാശ് തന്നിട്ട് കൂടെ പോരുന്നോന്ന്. ഇടം മലം കുറഞ്ഞേ, ഈ പെണ്ണ് വനിതാ പോലീസാ. സ്റ്റേഷനിൽ കൊണ്ടുപോയി നിന്നെ ചവിട്ടി കൂട്ടിക്കളയും. എന്റെ കയ്യിൽ നിന്ന് 300 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. എന്നെ ഒന്ന് രക്ഷിക്ക്. ബാക്കി എത്രയുണ്ട്? തിരിഞ്ഞു നോക്കാതെ പെട്ടെന്ന് സ്ഥലം വിട്ടോ. ഞാൻ പോയിട്ട് വരാം മാഡം. എന്ത് തന്നെ ആയാലും പാവപ്പെട്ടവരുടെ വീട്ടിൽ ഒരിക്കലും ഒരു പെണ്ണ് ജനിക്കരുത്. പാവപ്പെട്ട പെണ്ണെ, ഞാൻ വഴി കാണിച്ചു തരാം. വാ. ഞാനങ്ങനത്തെ പെണ്ണൊന്നുമല്ല. അയ്യോ, ഞാനും അങ്ങനത്തെ ആണല്ല. വാ, വണ്ടിയിലോട്ട് കയറ്. മറ്റുള്ളവരെ സഹായിക്കുകയാണ് എന്റെ ജോലി. അപ്പൊ നിന്നെ സഹായിക്കാൻ പറ്റുമോ? നിന്നെ ഞാൻ എത്ര നേരത്തെ എത്തിക്കാം. എന്താണ് മോനെ, സുഖമാണോ? എന്തി നിന്റെ അച്ഛൻ? അച്ഛൻ ബോംബെക്ക് പോയി. 3 രൂപയ്ക്ക് വാങ്ങി 6 രൂപയ്ക്ക് വിട്ടിട്ട് ബോംബെ പോയിരിക്കല്ലേ? നീ എന്താ അവിടെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ, ഇത് നമ്മുടെ കടയാ. പക്ഷെ ഓർഡർ ഞാനല്ല. കുറച്ച് നല്ല ഡ്രസ്സ് കാണിച്ചു. നീ അകത്തേക്ക് നോക്ക്. ഈ കടയിൽ മൊത്തം ഫീമെയിൽ ആണ്, നീ മാത്രമേ ഉള്ളൂ മെയിൽ അല്ലേ? ധൈര്യമായിട്ട് എടുത്തോ, നീ സുന്ദരിയല്ലേ, എന്തിട്ടാലും ചേരും. ഞാൻ എടുത്തുതരാം. എന്നാ ഇത് പാക്ക് ചെയ്തു. ശരി അണ്ണാ. എന്താണ് മുത്തശ്ശി, സുന്ദരിയല്ലേ? കഴിഞ്ഞ ആഴ്ചയാണ് ജയിലിൽ വെച്ച് മോനെ കണ്ടത്. അമ്മയെ കാണുമ്പോ ഈ കാശ് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അവൻ നന്നായിരിക്കട്ടെ.
ഞാൻ എടുക്കുകയാണേ. ഇതിന്റെ കാശ് നാളെ തരാം. മുത്തശ്ശി ശരി. സൂക്ഷിച്ചു പോണേ. നീ പോ. ഇത് ചോളമാവ് കൊണ്ടുണ്ടാക്കിയ റൊട്ടിയാണ്. ഈ ഏരിയയിലെ സ്പെഷ്യലാ. നല്ല അടിപൊളിയായിരിക്കും. ഉടുപ്പ് വാങ്ങി തന്നു, പൂവും വാങ്ങി തന്നു. എന്നെ സിനിമയ്ക്കും കൊണ്ടുപോവോ? എന്നാ പിന്നെ കല്യാണം കഴിച്ചൊക്കെ ജീവിച്ചാലോ? അല്ല പിന്നെ എല്ലാ കാര്യത്തിലും നീ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. ശരി, ഇനി ഞാൻ ഇങ്ങനെ ചോദിക്കില്ല, പോരെ? ആ. കടയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയപ്പോ പട്ടുസാരി വാങ്ങി തരുന്ന വിചാരിച്ചത്. അത് നിന്റെ മുഹൂർത്തത്തിന് വാങ്ങിച്ചു തരാം. മുഹൂർത്തം എന്ന് വെച്ചാ? മുഹൂർത്തം എന്ന് വെച്ചാൽ കല്യാണ മുഹൂർത്തം. എന്റെ കല്യാണോ? ആരുടെ കൂടെ? നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ. നിങ്ങൾ എന്താ മാരേജ് ബ്രോക്കറാണോ? വേണമെങ്കിൽ ആകാമല്ലോ. നിനക്ക് വേണ്ടിയിട്ട് കല്യാണം, കാതുകുത്ത്, 28 കെട്ടല്, പേരിടില് എന്ത് വേണമെങ്കിലും നടത്താം. സലാമലൈക്കും സൂര്യ ഭായ്. സബ് അല്ലാഹ് का शुक्र सब करियत. आप कैसे? ठीक हो भाई. खाना हो गया? ओके भाई, लेके लेके आओ. आता हूं. ആ. നിങ്ങൾക്ക് ശരിക്കും എത്ര ഭാഷ അറിയാം? ഞാൻ ഏതൊക്കെ നാട്ടിൽ പോകുന്നു ആ നാട്ടിലെ ഭാഷ എല്ലാം അങ്ങ് പഠിക്കും. నాది నీది ఏం లేదు అన్ని వాడిదే ఆ వాడే నేను. എനിക്ക് മനസ്സിലായി. തെലുങ്കാണ്. ഒന്നു എന്തു ഏതു ഇല്ല, എല്ലാം അവനുടേത്. അന്ത അവൻ താൻ ഞാൻ. विजय वीना नाचवाद खुराना बाप का नाम दीना नाचवाद माम सुहासिनी चावल. अभी खाना खाओ. ജോഡിയായിരിക്കുന്ന പഴം കഴിച്ചാലേ ഇരട്ടക്കുട്ടികൾ ഉണ്ടാവുന്ന പറയാറ്. അതാരാ പറഞ്ഞത്? എന്റെ മുത്തശ്ശി പറഞ്ഞതാ. മുത്തശ്ശിയാണോ പറഞ്ഞത്? എങ്കിൽ പിന്നെ കറക്റ്റ് ആയിരിക്കും. കഴിക്കോ, ഒന്നിനെ നീ വളർത്തിക്കോ, മറ്റേ ഞാൻ വളർത്താം. ഞാൻ കുട്ടിയായിരുന്നപ്പോ വയറ്റില് ഒരു പുളിങ്കുരു പോയി. അത് അവിടെ കിടന്ന് വളർന്ന് വലിയൊരു മരമാകുന്ന എല്ലാരും പറഞ്ഞു. പക്ഷെ അത് ഇതുവരായിട്ടും വളർന്നിട്ടില്ലെന്നേ. അയ്യോ, ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ല, സത്യ പറഞ്ഞേ. നിന്നെ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോകുന്നില്ല, കുഴപ്പമുണ്ടോ? അതിനെന്താ പ്രശ്നം? ആകാശത്ത് കാണാൻ ആരെങ്കിലും അനുവാദം വാങ്ങിക്കോ? വരൂ, വന്ന് കാണൂ, എന്നിട്ട് പൊയ്ക്കോളൂ. പ്രീതി, നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അയ്യേ, നിങ്ങൾ എന്തായി പറയുന്നേ? ഞാനെന്തിനാ വൃത്തിയായിട്ട് പണിയൊക്കെ ചെയ്യാൻ പോന്നെ? ഹേയ് നോട്ടി ഗേൾ. ഓക്കേ, ലീവ് ഇറ്റ്. നമ്മുടെ നാട്ടിലെ ഭാഷയിലെ ലവ് യു, മിസ് യു എന്നൊക്കെ എങ്ങനെ പറയുന്നത്? ലവ് യു അറിയാം, മിസ് യു എന്ന് വെച്ചാ എന്താ? ശരി, ലവ് യു മാത്രം പറ. നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. വൺ സെക്കൻഡ്, ഞാൻ റെക്കോർഡ് ചെയ്യട്ടെ. ഒരു മിനിറ്റ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യ്. നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം. നിങ്ങൾ എന്നെ വേണ്ടാന്ന് പറഞ്ഞാ ഞാൻ പാഷാണം കുടിച്ച് മരിക്കും. വാട്ട് ഈസ് ദിസ്? പാഷായണം? പാഷായണം. ഓക്കെ. ഈ നാട്ടിലെ ഈ സ്ഥലം കാണാത്ത ലവേഴ്സ് ആരും തന്നെ ഉണ്ടാവില്ല. പ്രണയം പറയാൻ വേണ്ടി വരാനും നമുക്ക് പിരിയാന്ന് പറയാനും രണ്ടിനും ഈ സ്ഥലത്തേക്കാണ് വരുന്നത്. നല്ല കാറ്റ്, നമ്മളാണെങ്കിൽ നല്ല മൂഡില്. ഏതാണ്ട് പറയാൻ വന്നില്ലായിരുന്നു, പറഞ്ഞോ? എന്താ നല്ല സ്ഥലം അത്. എന്റെ മനസ്സിലുള്ളത് ഞാൻ അങ്ങനെ തന്നെ പറയാം. നിങ്ങൾക്ക് ഇംഗ്ലീഷും മംഗ്ലീഷും സംസാരിക്കുന്ന ആളെയാണ് വേണ്ടതെങ്കിൽ അത് നേരത്തെ തന്നെ പറഞ്ഞോണം. ഞാൻ പിന്നെ ആ ഭാഗത്തോട്ട് വരില്ല. പക്ഷെ ഞാൻ എന്റെ മനസ്സിലുള്ളത് ആദ്യം പറയട്ടെ. നിങ്ങളെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. ഇനി ഇങ്ങനെ സംസാരിച്ച നിന്നെ പൊക്കിട്ട് ഞാൻ വെള്ളത്തിലിടും. ഞാൻ ആത്മഹത്യ ചെയ്യും. വേറെ വല്ലതും പറഞ്ഞാലേ ഞാൻ പാഷാണം കുടിച്ച് മരിക്കും പറഞ്ഞേക്കാം. ഈ പാഷാണെന്ന് പറഞ്ഞാൽ എന്താ? ആർക്കറിയാം? നീ എന്ത് കുന്തുവാണെങ്കിലും എടുത്ത് കുടിക്കേ. എന്റെ മനസ്സും ശരീരവും എല്ലാം നിനക്കുള്ളതാ. എടുത്തോ. എടുത്തോ അല്ല, കെട്ടിക്കോ. അല്ലല്ല, കെട്ടിക്കോ. കേട്ടിക്കോ. നീ നന്നായിട്ട് നോക്കുന്നറിയാം. സന്തോഷത്തോടെ എനിക്ക് മരിക്കണം. സന്തോഷത്തോടെ മരിക്കണം. എന്തിനാണ് മരിക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നത്? പ്രേമിക്കുന്നത് ജീവിക്കാൻ വേണ്ടിട്ടാ. നീ ഭയങ്കര സ്പീഡാണല്ലോ. എല്ലാ കാര്യത്തിലും കുറച്ച് ക്ഷമയൊക്കെ വേണം. അല്ല, എനിക്ക് അറിയാമല്ലാണ്ട് ചോദിക്കുക, നമ്മുടെ കാര്യത്തിൽ പ്രണയം പറയേണ്ട ആവശ്യം എന്താ? പാവപ്പെട്ട വീട്ടിലെ ആളായതുകൊണ്ടാണോ പറയുന്നത്? പാവപ്പെട്ടവരാരും പ്രണയിക്കാൻ പാടില്ലെന്നാണോ പറയുന്നത്? അയ്യോ മതി, ഇങ്ങനെ കരയാതെ. ഈ പ്രണയത്തിന് അങ്ങനെ വേലിക്കെട്ടുകളൊന്നും ഇല്ല. ആർക്കാര് വേണമെങ്കിലും പ്രേമിക്കാം. നീ പ്രേമിച്ചോ? നീ എന്നെ പ്രേമിക്കോ? ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ചോദിച്ചാൽ ഒന്നും നടക്കില്ല മോളെ. അതിനൊക്കെ ഒരു മിനിറ്റ്. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചോദിക്കാവോ? നീ ഇപ്പൊ എന്താ ചെയ്തേ? അല്ലല്ല, ഇങ്ങനെ കെട്ടിപ്പിടിക്കാവോന്നാ ചോദിച്ചത്. ഒന്നുകൂടി ചോദിച്ചേ. ഇങ്ങനെ നിങ്ങളെ ടൈറ്റ് ആയിട്ട് കെട്ടിപ്പിടിക്കാവോ? ഇപ്പൊ തന്നെ ടൈറ്റ് ആയിട്ടല്ലേ കെട്ടിപ്പിടിച്ചിരിക്കുന്നേ. വേറെന്തെങ്കിലും ചോദിക്കേ. ഒരു ഉമ്മ തരാൻ പറ്റുമോ? അടുത്തെങ്ങും ആരുമില്ല, തന്നേക്കാം. എന്റെ വാക്കിന് വില കൽപ്പിച്ച് ബാങ്ക് നിങ്ങൾക്ക് കടം തരും. പക്ഷേ വിളവെടുത്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ പണം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ ഈ എടുക്കുന്ന കടം തിരിച്ചടയ്ക്കാൻ മറക്കരുത്. ഇത് നിങ്ങൾ ശരിയായിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ കടം വാങ്ങിച്ചു തരാം. എന്നാലും അങ്ങന്നെ ഇവരുടെ ആധാരം അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. വാങ്ങിച്ചോ. എന്താ ഇതൊക്കെ? എന്റെ അമ്മാവനെ വിശ്വസിച്ച് കർഷകർക്ക് പട്ടയങ്ങൾ തന്നു. ഇത് വെച്ച് എന്താ ചെയ്യാൻ നോക്കൂ. ഇതുകൊണ്ട് എന്ത് ചെയ്യാനാ? ഇത് വെച്ചോണ്ട് ബാങ്കിൽ കടം വാങ്ങാം. എന്താ പറയാ? ബാങ്കില് കാശ് കടം വാങ്ങാന്ന്. സുബു, ഒരു ഐഡിയ.
എന്താണാവോ? എനിക്കൊരു ബാങ്ക് മാനേജറെ പരിചയമുണ്ട്. ഈ ആധാരങ്ങൾ വെച്ച് ലോൺ എടുക്കാം. എടുത്ത ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്കുകാർ ചുമ്മാ ഇരിക്കുമോ? പോലീസിനെ വിളിച്ചുകൊണ്ടുപോയി ജപ്തി ചെയ്യും. ജനങ്ങൾ ഇളകി വീട്ടിലേക്ക് വരും. തങ്ങളുടെ ആധാരം എവിടെയെന്ന് രാജുവിനോട് ചോദിക്കും. ഞങ്ങളുടെ സ്ഥലത്തിന്റെ ആധാരം അദ്ദേഹത്തിന് വിശ്വസിച്ചില്ല ഞങ്ങൾ തന്നത്. ഇപ്പൊ അത് പണയം വെച്ചിരിക്കാന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഇതൊക്കെ ആരാ പറഞ്ഞത്? എല്ലാവരുടെയും ആധാരം എവിടെയാ? ബാങ്കില്. വലിയ കലാപം ഉണ്ടാകും. പോലീസ് രാജുവിനെ അറസ്റ്റ് ചെയ്യും. അമ്മാവനെ അറസ്റ്റ് ചെയ്യുമ്പോൾ നീ നോക്കി നിൽക്കരുത്. അറസ്റ്റ് തടഞ്ഞ് നീ പോലീസുകാരെ തല്ലണം. പ്രശ്നം വഷളാകും. നിന്നെ ആരും സംശയിക്കില്ല. അദ്ദേഹത്തിന്റെ അടുത്തുള്ള പവറിനെ പെട്ടെന്ന് പുറത്തു വന്നേക്കും. ബാബു, ഇവൻ പറഞ്ഞത് ശരിയാണ്. ബെയില് ഈസി ആയിട്ട് കിട്ടും. മാനേജർ ജീവിച്ചിരുന്നാലല്ലേ ബെയില്. സാക്ഷിയില്ലാത്തത് കൊണ്ട് ജാമ്യം കിട്ടില്ല. വലിയ വീട്ടിൽ രാജു ജയിലിൽ തന്നെ കിടക്കും. ജയിലിൽ അമ്മാവൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ നീ ഇവിടെ ചിക്കൻ കാല് കടിക്കുകയാണല്ലേ? കൊള്ളാം. അത് അയാളുടെ തലയെഴുത്താണ്. സുബു, വേറെ ആരെങ്കിലും ബെയിലിന് ട്രൈ ചെയ്യുന്നുണ്ട്? അവരെങ്ങനെ വെറുതെ ആയിരിക്കോ? തീർച്ചയായിട്ടും ട്രൈ ചെയ്യും, പക്ഷെ കിട്ടില്ല. അതെ ഉഷ മാഡം. ഹലോ ഉഷ മാഡം, ആ ഗ്ലാസ് എടുത്തേ. അല്ല, ഈ ഗ്ലാസ്സിൽ ആരെയാ പറഞ്ഞേ? അല്ല, എന്താ ഇത്? ചുവപ്പ് കളർ ഫോറിൻ കാറ്, ഇംഗ്ലീഷ് മ്യൂസിക്, ഡാൻസ് ഉണ്ടല്ലോ. ഇനി ഈ കണ്ണുകൊണ്ട് എന്തൊക്കെ ഞാൻ കാണണമെന്ന് അറിയില്ലല്ലോ. അല്ല അത് ഭക്ഷണം കഴിച്ചായിരുന്നോ? ഭക്ഷണം ഒന്ന് അടങ്ങടാ. അല്ല അത് സൂര്യ. സാറില്ല, നിന്നെ കാണരുത്, ഞാൻ പിന്നെ കാണാം. സൂര്യ, സൂര്യ. അയ്യോ, എനിക്ക് വിശക്കുന്നു. എനിക്ക് എന്തെങ്കിലും ഭക്ഷണം മേടിച്ചതാ. എന്തൊരു അഭിനയമായിരുന്നു. ഒരു പന്തലിട്ട് നിന്നെ അവിടെ ഇരുത്തി പൊന്നാടെ അണിച്ച് തല തേങ്ങ അടിച്ചു പൊട്ടിക്കണം. അല്ല, ഈ നാട്ടുകാർക്ക് മുഴുവൻ ഞാൻ ഭക്ഷണം മേടിച്ചു കൊടുക്കാറുണ്ട്. എനിക്കാണോ നീ മേടിച്ചിട്ട് നോക്കുന്നത്? സോറി, ഐ ആം റിയലി സോറി. ആക്ടിങ് ചെയ്യുവാണോ? അതും ഡബിൾ റോള്. ഒരു ഭാഗത്ത് ഉഷ, മറ്റൊരു ഭാഗത്ത് നിഷ, ഒരു ഭാഗത്ത് തനിനാടൻ, ഇവിടെയാണെങ്കിൽ ജീൻസ്. അത് പിന്നെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തപ്പോ ഞാൻ ആ ഗെറ്റപ്പിലായിരുന്നു. അതിന്ന് മാറണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങിയത്. മെയിൻറ്റെയിൻ ചെയ്തു. ഏതെങ്ങനെ വേണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യേ. പക്ഷെ ഇതെന്റെ ഫസ്റ്റ് ലവ് ആണ്. ഇതുവരെയായിട്ട് ഞാൻ അടിച്ചപ്പോൾ ആരും പിടിച്ചിട്ടില്ല. നിങ്ങളാണ് പിടിച്ചത്. എവിടെയാണോ ഇത് തുടങ്ങിയത് അവിടെ തന്നെ ഇത് അവസാനിക്കുന്നു. ഡോണ്ട് ടച്ച് മീ, ഗോ ബാക്ക്. സൂര്യ പ്ലീസ്. ഇനി ഒരിക്കൽ കൂടി എങ്ങാനും നീ എന്റെ കൺമുന്നിൽ വന്നാൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്റെ പേര് സൂര്യ എന്നാ. എന്റെ ഒരു ഭാഗം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ, മറുഭാഗം നീ കണ്ടിട്ടില്ല. അത് കാണുകയും വേണ്ട. സൂര്യ, ഈ ഡ്രസ്സിലും കാണാൻ നല്ല സുന്ദരിയാണല്ലോ. ഞാനാണോ ഓവറാകുന്നേ? ഇനി എന്റെ മുന്നിൽ വന്നു പോയിക്കല്ലേ, പൊയ്ക്കോ. സോറി സൂര്യ പ്ലീസ്. സൂര്യ, സൂര്യ. എടാ മണ്ടൻ ഗണേശ, അടിച്ചു വരുമ്പോ മര്യാദക്ക് അടിച്ചു വാറാ. താഴെ ഓർത്തിരിക്കുന്നില്ലേ? എന്തോന്ന് പിള്ളേരാടാ ഇത്. നമസ്കാരം അങ്കിൾ. ആരാ മോളെ നീ? ഉഷ. ഉഷ അല്ല, നിഷ. അന്ന് വന്നത് നീയല്ലേ മോളെ? ഞാൻ തന്നെ അങ്കിൾ. സൂര്യ നിന്നെങ്ങനെ കണ്ടുണ്ടാവും വെച്ചോ. നിന്നെ ഉണ്ടോ ഇല്ലേന്ന് ആക്കിയിട്ടുണ്ടാവും. ഓൾറെഡി ചെയ്തു അങ്കിൾ. അങ്കിൾ വേണം അവനോടൊന്ന് സംസാരിക്കാൻ. ഞാൻ അത്ര പറഞ്ഞിട്ട് അവൻ കേൾക്കാൻ കൂട്ടാക്കിയില്ല. അതിന് ഞാൻ എന്താ ചെയ്യാ മോളെ? അവൻ അല്ലെങ്കിലേ വലിയ ദേഷ്യക്കാരനാ. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും. അവൻ ഇവിടുന്ന് ദേഷ്യപ്പെട്ട് പോയി. അല്ല അങ്കിൾ, അങ്കിൾ എന്ത് പറ്റി? അങ്കിൾ, അയ്യോ അങ്കിൾ, ആരെങ്കിലും ഓടി വാ. വേഗം എടുക്ക്. ജോലി കറക്റ്റായിട്ട് ചെയ്യണം. കഴിഞ്ഞെന്ന് വിചാരിച്ചോണ്ണാ.
അല്ല ഇതാരും സൂര്യയോ? ആ സുഖമാണോ? സുഖമായിരിക്കുന്നു. ഡേ നീ പോയിട്ട് വാ. ആ ശരി അനിയാ നീ ഇരിക്കെ. സാരമില്ല. എടാ നമ്മുടെ സൂര്യ വന്നിട്ടില്ലേ, അവന് കഴിക്കാൻ എന്തേ എടുത്തിട്ട് വാ. ബിരിയാണി കഴിക്കട്ടോ? ഇപ്പൊ വേണ്ട. അത് ചേട്ടാ, എൻ്റെ അച്ഛന് എന്ത് പറ്റി അവർക്ക്? നെഞ്ചുവേദന പറഞ്ഞു, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണോ അത്രേ. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അത് ചേട്ടാ, എനിക്ക് കുറച്ച് കാശ് വേണമായിരുന്നു. ഞാൻ പലിശയോട് ചേർത്ത് അടച്ചോളാം. നോക്ക്, എനിക്ക് എത്ര ഡീൽസുകളാണ് വന്നിരിക്കുന്നത്. ജോലി മാത്രം ചെയ്താൽ മതി അനിയാ. എന്താ ചേട്ടാ ചെയ്യേണ്ടത്? ഇങ്ങനെ ജയിലിൽ വെച്ചേ കൊന്നു കളഞ്ഞാൽ 15 ലക്ഷം തരാമെന്ന്. 4 പേർക്ക് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട് അവർ. ആരാദ്യം ചെയ്യുന്നോ അവർക്ക് പണം. ഇതെല്ലാം നിന്നെ കൊണ്ട് പറ്റില്ല അനിയാ. നിന്റെ ജീവിതമേ നശിച്ചു പോവും. നീ ഇതൊന്നും ചെയ്യണ്ടടാ. ഈ ജോലി ഞാൻ ഏറ്റെടുക്കുക. ജയിലിൽ പോകാം. നിർത്തിടാ. ജയിലിൽ നീ തിരിച്ചു വരണമല്ലേ? എല്ലാത്തിനും ഞാൻ ഏർപ്പാട് ചെയ്യാം. നീ ഒന്ന് ക്ഷമിക്ക്. നമസ്കാരം സാർ, സുഖമാണോ നിങ്ങൾക്ക്? ഞാൻ സുഖമായിരിക്കുന്നു സാർ. നമ്മുടെ പയ്യൻ ഒരാൾ അകത്തോട്ട് വരുന്നുണ്ട്. സാറാണ് അവന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്. സൂര്യ നീ പോയിട്ട് വാ. അച്ഛൻ്റെ ഓപ്പറേഷൻ പണം അടച്ചിട്ട് വയ്ക്കണം. നീ പോയിട്ട് വാ, ഞാൻ എല്ലാ ഏർപ്പാടും ചെയ്തോളാം. ജോലി തീർത്തിട്ട് എനിക്ക് ഫോൺ ചെയ്യാം. ಸೈಡ್ ಹೋಗೋ ವಜ್ರಮುನಿ. എന്തൊരു ധൈര്യമാണ് നിനക്ക്? ജയിലിൽ വന്ന് കിടന്ന് അടിയുണ്ടാക്കുന്നു. ഏത് ഗ്യാങ്ങിൽ ചെയ്യുന്നവനാടാ നീ? സാറേ, അവൻ എൻ്റെ മകനാ. സൂര്യ,
എന്നെ തുടരുത്. നോക്കൂ മോനെ, നീ എന്താ ഇങ്ങനെ എന്നെ വെറുക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും നിന്നെ ജനിപ്പിച്ച അമ്മയെ ഒന്ന് കാണണമെന്ന് നിനക്ക് ഇതുവരെ തോന്നുന്നില്ലേ? ഞാൻ ആരെയും കാണാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്നെ വെറുക്കണം. നിങ്ങളുടെ ഈ സ്നേഹം കാണിച്ച് എൻ്റെ ക്യാരക്ടർ മാറ്റാൻ നോക്കണ്ട. ഞാനെന്തെങ്കിലും എടുത്തു തരാം, എന്നെ തല്ലേ. സമൂഹത്തിൽ നല്ലൊരു നിലയും വിലയും ഉണ്ടാവാനാണ് നന്നായിട്ട് നിന്നെ വളർത്തിയത്. അതിന് നിന്നെ തല്ലിയിട്ടുണ്ട്. അത് തെറ്റാണോ? അത് തെറ്റല്ല. പക്ഷെ ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ അടിച്ചില്ലേ, അതാണ് തെറ്റ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എന്നെ വെള്ളത്തിൽ തള്ളിയിട്ടിട്ട് പോയില്ലേ, അന്ന് ഞാൻ മരിച്ചുപോയി. എല്ലാം അതോടെ അവസാനിച്ചു. സ്വന്തം പയ്യനെ മറന്ന് കൃഷ്ണനെ എന്തിനാ വളർത്തിയെന്ന് സമയം വരുമ്പോ കാലം നിനക്ക് മനസ്സിലാക്കി തരും. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇന്ന് നീ എന്നെ എന്തിനാ രക്ഷപ്പെടുത്തിയത്? നിങ്ങളെപ്പോലെ എനിക്ക് കരിങ്കലിന്റെ ഹൃദയമല്ല. ആട്ടെ, എന്ത് കേസിലാണ് അകത്ത് വന്നേ? റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാ. റെസ്റ്റ് എടുക്കാൻ ഇതന്നെ നിനക്ക് റിസോർട്ടാണോ? അപ്പോ നിങ്ങളുടെ കേസ് എന്താ? എല്ലാം സമൂഹ സേവനമാ. എടാ മഹാഭാവി, എന്ത് കാര്യടാ ചെയ്തേ? നീ തന്ന കാശിന് അവനെ കൊല ചെയ്യാനാ പറഞ്ഞേ. എടുത്തിട്ട് പോടാ അവിടുന്ന്. ഞാൻ ചത്താലും നിന്റെ കാശ് എനിക്ക് വേണ്ട. പോടാ അവിടുന്ന്. പോവാൻ പറ. എന്റെ മോളെ, നീ എന്നെ ജയിലിലേക്ക് വിളിച്ചോണ്ട് പോവോ? ജയിലിൽ വെച്ച് രാജുവിനെ ആരോ കൊല്ലാൻ ശ്രമിച്ചത്രേ. ആരാ അത്? ചോദിക്കുന്ന കേട്ടില്ലേ, പറ. വേറെ ആരാ? ഞാൻ തന്നെ. ഇവൻ മൂർഖനാ, ഉഗ്ര വിഷമുള്ളത്. ആളെ നമ്മളെ തീർക്കാനും ഇവൻ ആളെ ഏർപ്പാടാക്കും. ഏയ് ബാബു, എന്റെ അമ്മാവൻ ജീവനോടെ ഉണ്ടാകാൻ പാടില്ല, അത്രേ ഉള്ളൂ. എന്താടാ നീ പറയുന്നത്? ഈ പ്ലാൻ ആദ്യം ക്യാൻസൽ ചെയ്യേ. വേഗം നിന്റെ പിള്ളേരെ വിളിച്ച് പറയേ. അതെ, ഇവിടുത്തെ ആഹാരെല്ലാം കഴിക്കാൻ പിടിക്കണ്ടോ? നിന്റെ ഉപ്പും പുളിയും എരിവുമില്ലാത്ത ഭക്ഷണം കഴിച്ചു കഴിച്ച് നാക്ക് തന്നെ മരവിച്ചിരിക്കുകയായിരുന്നു. ഇവിടത്തെ ഭക്ഷണം സൂപ്പറാ. ഈ അവസ്ഥയിലും കോമഡി പറയണമെന്ന്? ഇനി 2 ദിവസമല്ലേ ഉള്ളൂ, ഉടനെ ബെയിൽ കിട്ടും. ജയിലിൽ വന്നാ ബെയിലില്ലാതിരിക്കുമോ? ഞാൻ എത്ര സ്പീഡിലാണോ അകത്ത് വന്നത് അത്ര സ്പീഡിൽ തന്നെ പുറത്തും വരും. നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഈ സമയത്ത് നമ്മുടെ മകൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ജയിലിൽ കിടക്കുന്നത് കണ്ട് അവൻ വെറുതെ ഇരിക്കില്ലായിരുന്നു. എന്താ ചേച്ചി, എന്തിനാ ഇപ്പൊ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നേ? അല്ല ചേച്ചി, ഞാനും ആരെങ്കിലും കുത്തിയിട്ട് ജയിലിനകത്തേക്ക് പോട്ടെ? ദേ കണ്ടില്ലേ ചേച്ചി, ഈ ജയിലിനകത്തും അദ്ദേഹം രാജാവിനെ പോലെയാ. ചേച്ചി എന്തൊക്കെയാ സാറേ, അകത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഫസ്റ്റ് ക്ലാസ്. അതെ, ഇപ്പൊ നമ്മുടെ സൂര്യ വളർന്ന വലിയൊരു പയ്യനായിരുന്നെങ്കിൽ ആ പയ്യനെ പോലെ തന്നെ ഇരിക്കുവായിരുന്നല്ലേ? ആ പയ്യനെ പോലെയല്ല, അവൻ തന്നെയാണ് നമ്മുടെ മകൻ സൂര്യ. സൂര്യ, ഡാ സൂര്യ, ഇങ്ങ വന്നേ. സാറേ, ഇത് തമാശ കളിക്കില്ല സാറേ, നമ്മുടെ സൂര്യാണോ സാറേ? ഡാ, എന്നെ വജ്രമണി എന്ന് വിളിക്കാൻ ആർക്കാടാ അത്ര ധൈര്യമുള്ള? അവൻ തന്നെ ആടാ സൂര്യ. സൂര്യ എത്ര വളർന്നു അല്ലേ? സൂര്യ, ഇത്ര വർഷമായിട്ട് നീ എവിടെയായിരുന്നു മോനെ? ഞങ്ങളെ ആരെ നിനക്ക് ഓർമ്മ വന്നില്ലേ? സൂര്യ, വേണ്ട, കരയണ്ട. പിന്നെ മാമ സുഖം തന്നെയല്ലേ? നീ എന്തിനാ ജയിലിലേക്ക് വന്നത്? എന്താണെന്ന് പറ സാറേ. വജ്രമണിക്ക് ഇനിയും ബെയിൽ കിട്ടിയില്ലേ? അറസ്റ്റായി അന്ന് തന്നെ ഒരു കൊലപാതകം നടന്നു. സാക്ഷിയെ ഇല്ലാതാക്കുന്നു പറഞ്ഞ് ബെയിൽ കിട്ടിയില്ല. 2 ദിവസത്തിനുള്ളിൽ ബെയിൽ കിട്ടും. സാറേ, ഞാൻ പറയുന്നത് കേക്ക് സാറേ. എന്തിനാ ജയിലിൽ വന്നേന്ന്? ഒരുത്തിന്റെ സ്വഭാവം മരിച്ചാലും പോവില്ല. ഇവൻ ഇങ്ങനെ തന്നെയാ, എത്ര വർഷമായിട്ട് കണ്ടോണ്ടിരിക്കുക. വെറുതെ വിട്. ഒന്ന് സമാധാനമായിട്ടിരിക്കേ. എന്തിനു നീ അകത്തിരിക്കുന്നേ? പുറത്തോട്ട് വാടാ. അച്ഛാ, ഇങ്ങൊന്നേ. അച്ഛ, ഇതാണ് എന്റെ അമ്മ, ഇത് എന്റെ മാമനാണ്, ഇത് എന്റെ അമ്മയുടെ ഭർത്താവ്. ഓവറായിട്ട് സംസാരിക്കല്ലേ. നീ എന്താടാ പറയുന്നേ? അവള് നിന്റെ അമ്മയാണെങ്കിലേ ഞാൻ നിനക്ക് ജന്മം തന്ന അപ്പനാ. അച്ഛനോ? അച്ഛാന്ന് വിളിക്കടാ. നിനക്ക് എന്തെങ്കിലും കഷ്ടമുണ്ടോ? ഞങ്ങളുടെ മകനെ നിങ്ങൾ ഇത്രയും വർഷം വളർത്തി വലിയൊരാളാക്കിയല്ലോ.
നിങ്ങളാണ് ഞങ്ങളുടെ ദൈവം. അയ്യോ, നിങ്ങൾ പ്രസവിച്ചവള്, നിങ്ങളല്ലേ ദൈവം. അവൻ എത്ര നല്ല പയ്യനാണെന്നറിയോ? ഇത്ര നല്ലവനാണെന്ന് പറയുന്നു, പിന്നെന്തിനാ ജയിലിൽ കിടക്കുന്നത്? അങ്ങനെ എല്ലാം എനിക്ക് വേണ്ടിയാണ് മോനെ. അതെ മാമ, എനിക്ക് വേണ്ടി. അച്ഛനെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ശരി, ഞാൻ നോക്കിക്കൊള്ളാം. വരൂ. അതെ, ഞാൻ ഇറങ്ങ. സൂര്യ, അച്ഛന്റെ കാര്യങ്ങളെല്ലാം നോക്കണേ മോനെ. ഇവൻ എന്നെ എന്ത് നോക്കാനാ? എടി, ഇത് ജയിലടി. എല്ലാവർക്കും ഒരേപോലത്തെ ഭക്ഷണം, ഒരേപോലത്തെ കറി, ഒരേപോലത്തെ ഗോതമ്പുണ്ട, ഒരേപോലത്തെ വെള്ളം. പിന്നെന്താ? നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. നമ്മുടെ നാഗപ്പ ഇല്ലേ, അവൻ നോക്കിക്കോളുമെല്ലാം. അതിരിക്കട്ടെ, അദ്ദേഹത്തിന്റെ രോഗമെന്താ? എന്തുവാടാ നോക്കി പഠിപ്പിക്കുന്നേ? അയാൾക്ക് എന്താ രോഗം എന്നല്ല ചോദിച്ചേ. ഒരുപക്ഷെ പരിചയമുള്ള ഡോക്ടർ ഉണ്ടെങ്കിൽ നല്ല ചികിത്സ കൊടുക്കായിരുന്നു. അതുകൊണ്ടാ. കൂടുതൽ തമാശ വേണ്ട. എന്റെ അച്ഛൻ എനിക്ക് ദൈവമാണ്. അപ്പൊ ഞാൻ ചെകുത്താനാണോ? ഡാ, നിനക്ക് ആ അപ്പനെ അത്രയ്ക്ക് ഇഷ്ടമാണോ? മുഖാമുഖം നോക്കി സംസാരിക്കടാ, അത് കഴിഞ്ഞു പോവാം. ഇപ്പൊ എന്താ രോഗം എന്ന് ചോദിച്ചപ്പോ തുറച്ചു നോക്കി. ഓ, ഇപ്പോഴാണോ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് മനസ്സ് തുറന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നേ? നീ ടെൻഷൻ ആവല്ലേ, സമാധാനപ്പെട്. ശരി, അദ്ദേഹം എന്ത് ജോലിയാ ചെയ്യണേ? വിശക്കുന്നവന് ആഹാരം കൊടുക്കുന്നു. അപ്പൊ ഞങ്ങളോ? വയറ് നിറഞ്ഞിരിക്കുന്നവരാണ് ആഹാരം കൊടുക്കുന്നത്. അത് കൊള്ളാം. അദ്ദേഹം ഒരു യഥാർത്ഥ മനുഷ്യനാണ്. നിങ്ങളെപ്പോലെ സാമൂഹ്യ സേവനമൊന്നുമല്ല. കയ്യിലിരിക്കുന്നതൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ജയിലിൽ വന്ന് കഷ്ടപ്പെടാനായിട്ട്. സ്വന്തമായിട്ട് ചെയ്തതല്ലേ, അനുഭവിക്കുക. ദൈവം നമ്മുടെ കുടുംബത്തിന് തന്നിട്ടുണ്ടെങ്കിലേ അത് 4 പേർക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയാ. പോകുമ്പോഴേ ഇതൊന്നും നമ്മൾ എടുത്തോണ്ട് പോകാൻ പോകുന്നില്ല. ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ? ഇനി എന്തൊക്കെയാ അനുഭവിക്കാൻ പോകുന്നെന്ന് ആർക്കറിയാം. ഇനി 10 ദിവസത്തിനുള്ളിൽ എല്ലാവരുടെ ആധാരങ്ങൾ ഞാൻ എടുത്തു തരാം. പോലീസുകാരോടും ബാങ്കുകാരോടും ഞാൻ സംസാരിക്കാം. നിങ്ങൾ ആരും ഒന്നുകൊണ്ട് പേടിക്കണ്ട. എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ചേട്ടാ, നമ്മൾ ഒരുപാട് വിശ്വസിച്ച രാജു ചേട്ടൻ നമ്മളെ പറ്റിച്ചു. ആരാണെന്ന് അറിയാത്ത ഇവരെങ്ങനെ വിശ്വസിക്കാനാ? അല്ല മോളെ, ബാങ്കിന് കൊടുക്കാനുള്ള കാശൊക്കെ കൊടുത്ത് നമ്മൾ ആധാരം തിരിച്ചു തരാന്നല്ലേ അദ്ദേഹം പറയണേ. ഇദ്ദേഹത്തിനെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. കേബിൾ ബാബു ചേട്ടൻ, കേബിൾ ബാബു ചേട്ടൻ, കേബിൾ ബാബു ചേട്ടൻ, കേബിൾ ബാബു ചേട്ടൻ. ആ ബാബു, ഈ കർഷകരുടെ പത്രം നീ വാങ്ങിച്ചു തരാൻ പോകുന്നോ? ഓഫ് കോഴ്സ്, 100%. എന്താടോ അവിടെ ഒരു ഒച്ചയും ബഹളമൊക്കെ? എനിക്ക് സന്തോഷായോ? ഞാൻ സന്തോഷിക്കണമെങ്കിൽ ഇതൊക്കെ എന്റെ ശത്രു കാണണം. അവൻ ജയിലിൽ കിടക്കുമ്പോ ഞാൻ എങ്ങനെ സന്തോഷിക്കാനാ? അവനെ പുറത്തിറക്കിയേ പറ്റൂ. അതെത്ര എളുപ്പമാണെന്ന് നാ കരുതിയോ? നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കില്ല. ശ്രമിച്ചു നോക്കാം. സൂര്യ, എനിക്ക് ബെയില് കിട്ടി. ഞാൻ പോവുക. നിനക്കെന്താ സംഭവിച്ചതെന്ന് മറച്ചു വെക്കാതെ എന്നോട് പറ. നിനക്കും ബെയില് വാങ്ങിച്ചു തരാം. ആദ്യം സ്വന്തം കാര്യം നോക്ക. എനിക്കിഷ്ടപ്പെടുമ്പോഴൊക്കെ ഞാൻ അകത്ത് വരും, ബോറടിക്കുമ്പോൾ പുറത്തു പോകും. ശരി, എന്നാ വരട്ടെ. ഹലോ വജ്രമണി, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. നിങ്ങളുടെ അടുത്ത് ഇത്രയും വലിയൊരു വഞ്ചന ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. നിങ്ങളൊക്കെ ഒരു മനസാക്ഷിയുള്ള ആളാണോ? വഞ്ചകരാണ് നിങ്ങൾ. എന്താണോ ഓവറായിട്ട് സംസാരിക്കുന്നത്? എന്റെ അവസ്ഥയെ പറ്റി തനിക്കെന്താ അറിയാം? വെറുതെ വായിട്ടലക്കാണ്ട് പോ. വണ്ടി എടുക്കടാ, തോട്ടത്തിലെ വീട്ടിലേക്ക് വിട്ടോ. എന്തിനാ സാറേ? ഈ നാട്ടില് ഇനി ഞാൻ കാല് വെക്കില്ല. തോട്ടത്തിലേക്ക് വിട്ടോ. വണ്ടി എടുക്കാനല്ലടാ പറഞ്ഞേ. സൂര്യ, ഇങ്ങനെ വാശി പിടിക്കല്ലേ മോനെ. നിന്റെ അച്ഛനും വീട്ടിലേക്ക് വരില്ലെന്നാ പറയുന്നേ. സാറ് ഫാം ഹൗസിലെ താമസിക്കാൻ പോണെന്ന് പറഞ്ഞേ. നീ ഇവിടുന്ന് പോവാണെന്ന് പറയണു. ഇവിടെ എന്താ സംഭവിച്ചത്? നിന്റെ കൺമുമ്പിൽ കണ്ടതല്ലേ. ഇതൊന്നും ശരിയല്ല മോനെ. സൂര്യ, നമ്മൾ അങ്ങോട്ടേക്ക് പോണോ? ഇവിടെ തന്നെ നിന്നാൽ എന്താ? വായടക്കേ. രാജു ആരാണെന്ന് നിനക്കറിയാവോ? വജ്രമണി. മോനെ സൂര്യ, നിന്റെ അച്ഛന്റെ അഭിമാനം ആരാ പിന്നെ സംരക്ഷിക്കുക? നിന്റെ ഭർത്താവിനെ ഞങ്ങൾ ഇല്ലാതാക്കും. നിന്റെ നെറ്റിയിൽ കുങ്കുമോ ചന്ദനവും ഇല്ലാതാക്കും. അങ്ങനെ ഓരോന്നും പറയാ നാട്ടുകാരല്ല. ആരാമേ അങ്ങനെ പറഞ്ഞത്? വരാൻ പറ, ഞാൻ കാണിച്ചു കൊടുക്കാം. ചേച്ചി ഏത് സമയത്ത് എന്താ സംസാരിക്കണമെന്ന് അറിയില്ലെന്ന് വെറുതെ ഇരിക്കേ. ഇത് നോക്കിയ സൂര്യ, നമ്മുടെ വലിയ വീട്ടിന് ഇപ്പൊ സമയം ശരിയല്ല. ഈ വലിയ വീടിന്റെ അവകാശിയായിട്ട് നീ തീരുമാനിച്ചേ പറ്റൂ. വലിയ വീടിന്റെ അഭിമാനം കാത്തു രക്ഷിക്കണം. ഇപ്പോഴാണ് മോനെ സഹായം വേണ്ടി വന്നത്. നീ ബുദ്ധിശാലിയാണ്. നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? മിണ്ടാതെ ഇവിടുന്ന് പൊയ്ക്കോ.
സമ്മതിച്ചു. എൻ്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നില്ലേ, ആ കടമുണ്ടല്ലോ, ആ കാശ് ഞാൻ തിരിച്ചു തരാം. ഇതിനെല്ലാം പൈസ എന്തിനാ മോനെ തരുന്നേ? നിങ്ങളുടെ വാക്കുകളെ ഞാൻ വിലമതിക്കുന്നു. ഞാൻ വലിയ വീട്ടിലെ പയ്യനാണെന്ന് അവിടെ ആരും അറിയാൻ പാടില്ല. ശരി ശരി. ഞാൻ ആ നാട്ടിൽ വരും, പക്ഷെ ആ രാജുവിന്റെ വീട്ടിൽ മാത്രം വരില്ല. ചേട്ടാ എന്താ ഇവനിങ്ങനെ? ശരിയേച്ചി ശരിയേച്ചി, വരാന്ന് പറഞ്ഞല്ലോ. പിന്നെന്താ? നിങ്ങളുടെ ഭർത്താവിന് ഒന്നും സംഭവിക്കില്ല. രാജുവേട്ടൻ ഈ നാട്ടിലേക്ക് വരില്ലെന്ന് പറയുന്നു. അദ്ദേഹം വേറെന്താ പറയാ, ഈ നാടിന് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ അനാഥാശ്രമം അദ്ദേഹം കെട്ടിത്തന്ന്, ഇവിടുത്തെ സ്കൂള് കെട്ടിത്തന്ന അദ്ദേഹമാണ്. പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്ഥലവും എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊന്നും ആലോചിക്കാതെ അദ്ദേഹത്തിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു നിങ്ങൾ. കർഷകരുടെ പത്രങ്ങൾ ബാങ്കിൽ അടമാനം വെച്ച് തെറ്റല്ലേ? കർഷകരുടെ പത്രം പോലും. എടോ, ആ സ്ഥലം പാവങ്ങൾക്ക് എഴുതി കൊടുത്ത ഇദ്ദേഹം അങ്ങനെ ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ ആ ചിന്നപ്പനോട് പറഞ്ഞാണ്, അങ്ങനെ ഞങ്ങൾ പറയുന്നൊന്നും കേട്ടില്ല. തീർച്ചയായിട്ടും കേൾക്കും. അതിനൊരു സമയം വരും. രാജു സാറിന് ആരും ഇല്ലാന്ന് നിങ്ങൾ കരുതൊന്നും വേണ്ട. അദ്ദേഹത്തിന് ഒരു മോനുണ്ട്, സമർത്ഥനായ മോൻ. അവൻ വരും, അപ്പൊ നിങ്ങൾക്കറിയാം. ഇത്തവണ ഉത്സവം കേവമായിട്ട് നടത്തി തന്നത് ബഹുമാനപ്പെട്ട ബാബു സാറും നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണ സാറുമാണ്. ഈ വീട്ടിൽ ഭാര്യയുടെ മടി കിടക്കാണെങ്കിലും പുറത്ത് വലിച്ചോടന്ന് വെട്ടിക്കളഞ്ഞേക്കടാ. നിങ്ങളെല്ലാവരും എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തിരിക്കും. ചവിട്ടിക്കൊന്നേക്കടാ. ഈ വർഷത്തെ ഉത്സവത്തിന് നിങ്ങൾ ആരും 1 രൂപ പോലും ചെലവാക്കേണ്ട കാര്യമില്ല. നീ ആരാടാ ഇല്ലെന്ന് പറയാൻ? വന്ന് അടിക്കുന്ന അടിയിൽ കഴിച്ച ഫുഡൊക്കെ പുറത്തു വന്നേക്കടാ. പഞ്ഞ നാറി. ഇപ്രാവശ്യത്തെ എല്ലാ ആഘോഷങ്ങളും എന്റെ വകയാണ്. ഹലോ, നല്ല കാലം കട്ടാക്കിയത്, ഇല്ലെങ്കിൽ ഞാൻ അവരൊരു വഴിയാക്കിയനെ. നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും വിശ്വാസത്തിനും ഹിമാരൊക്കെ ചോദിക്കാൻ ആരും ഇല്ലാതെയായി പോയി. ഞങ്ങളുടെ രാജവച്ചനെ ജയിലിലാക്കിയിട്ട് ഹിമാരൊക്കെ കേറി കളിക്കാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇവിടുത്തെ ഉത്സവത്തിന് തേരലങ്കരിക്കാനുള്ള തുണികളും ആഭരണങ്ങളും ഒക്കെ വലിയ വീട്ടിലെ രാജമുതലാളിയുടെ കയ്യിലാണ് ഉള്ളത്. അവര് തന്നാലല്ലേ എടുക്കാൻ പറ്റുള്ളൂ. വലിയ വീട്ടിലെ ചെറുക്കനല്ലേ ഈ നിൽക്കുന്നത്? ഇവനൊന്നുമല്ല വലിയ വീട്ടിലെ മോൻ, ഞങ്ങളുടെ രാജവച്ചന്റെ മോൻ സൂര്യ, എന്റെ പഴയ ഫ്രണ്ടാ. ആരാവൻ നമ്മളെ തന്നെ തുറച്ചു നോക്കുന്നത്? എടാ പോത്തെ, കണ്ണ് കാണുന്നില്ലേ? ഇപ്പൊ നിന്നെ ആരാവിടെ വിളിച്ചേ? അവിടെ ആരെങ്കിലും കഴിക്കാൻ തരുന്നുണ്ടാ? ഗംഗ തായ് പലാവ് ഹോട്ടൽ പ്രൊപ്പറേറ്റർ ഗംഗ ആലയ ലവങ്ക. നിന്റെ പേരെന്താ, ലവങ്ക എന്നാണ്? പണ്ടൊക്കെ റൗഡിസം ചെയ്തോണ്ടിരിക്കുമ്പോഴേ ലവങ്കാന്ന് പേരുണ്ടായിരുന്നു. നമ്മുടെ നാട്ടുകാർക്ക് വാ എന്ന അക്ഷരം വരില്ല, അതുകൊണ്ടാ വാ കട്ടാക്കി ലങ്ക ലങ്ക എന്ന് വിളിക്കുന്നത്. ഇവിടെ ലങ്ക എന്നാണ് ഫേമസ്. റൗഡി? അതെ സാർ. ആരും നീ? അതെ സാർ. വിശ്വസിക്കുന്നേ? എത്ര വാങ്ങിയിട്ടുണ്ടെന്ന് കാണിക്കട്ടെ? വേണ്ട വേണ്ട, വാ. തായ് പലാവ്, ഇതെന്താ സംഭവം? ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും സാർ. ഇത് കാരണമാണ് റൗഡിസം തന്നെ വിട്ടത്. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ല. നീ എന്താ ടെസ്റ്റ് ബേബിയാണ്? ഇല്ല സാർ, ഞാൻ മരിച്ചതിന് ശേഷമാണ്. ഇല്ല സാർ, എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ ജനിച്ചത്. എന്നെ കൺഫ്യൂസ് ആക്കില്ലേ സാർ? ഈ ഏരിയയിലെ എനിക്ക് നല്ല മാസമായിരുന്നു സാർ. ഞാൻ വന്നു കഴിഞ്ഞാലേ ഇവിടുത്തെ ആളുകളൊക്കെ ഇങ്ങനെ വിറച്ച് കളിക്കും സാർ. അതായത് തിരുത്തൽ? അബ്സല്യൂട്ട്ലി. ഒരു സംഭവം ഉണ്ടായി സാർ. മണ്ഡപത്തിൽ എൻ്റെ അമ്മ ജോലി എടുക്കായിരുന്നു. അപ്പോൾ ഞാനില്ല. ഒരു 800 മുതൽ 1000 ആളുകൾ എന്നെ തെരഞ്ഞങ്ങോട്ട് പോയിരുന്നു. അവിടെ ആ സമയത്താണ് എൻ്റെ അമ്മേനെ അവർ കൊന്നു കളഞ്ഞു സാർ, ആ പാവികൾ. എനിക്കത് കണ്ടപ്പോൾ നരമ്പൊക്കെ തുടിക്കാൻ തുടങ്ങി സാർ. ആ ദേഷ്യത്തിൽ വന്ന് 2 പേരെ കൊന്നിട്ട് ജയിലിലേക്ക് പോയി സാർ. ജയിലിൽ പോയിട്ടും നിനക്കൊരു മാറ്റം വന്നില്ലേ? ഞാനും നന്നായി സാർ. അതിനുശേഷമാണ് ഞാൻ ഈ എല്ലാ റൗഡീസുകളും വിട്ട് കളഞ്ഞിട്ട് അന്ന് മുതലാണ് ഞാനൊരു ഹോട്ടൽ തുടങ്ങാമെന്ന് തീരുമാനിച്ച് അന്ന് തുടങ്ങിയതാണ് സാർ ഈ തായ് പലാവ്. നിന്റെ തായ് പലാവിന് ഒട്ടും ടേസ്റ്റ് ഇല്ല. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യേ, 5 കിലോ ചിക്കൻ വാങ്ങിച്ചോണ്ട് വാ. ഇതുവരെ വെജ് ആയിരുന്നു, ഹോട്ടലിൽ നോൺ വെജ് ആക്കി മാറ്റേ. എന്താ സാർ ഈ റേഞ്ചിൽ ബിരിയാണി ചെയ്തിരിക്കുന്നത്? ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്ക്. നന്നായിട്ടുണ്ടോ? സാർ സൂപ്പർ സാർ. ഇതൊക്കെ എവിടെന്നാ സാർ പഠിച്ചത്? ഇതുപോലെയൊക്കെ ബിരിയാണി കഴിച്ചിട്ട് ഒരുപാട് കൊല്ലങ്ങളായി സാർ. ഇത്രയും ദിവസം തായ് പലാവ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അമ്മമാർക്ക് മകനില്ലാതെയാക്കി. നാളെ മുതൽ ഒരു 10 മിനിറ്റ് വന്ന് ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കി തന്നാൽ മാത്രം മതി. ഇത് സൂപ്പറാണ് സാർ. ഇതിനൊരു പേര് വെക്കണല്ലോ, രാഗിനി ബിരിയാണി സെന്റർ എന്ന് വെച്ചാലോ? ഈ ഹോട്ടൽ തുടങ്ങാൻ വേണ്ടി നിനക്ക് ആരാണ് കാശ് തന്നെ? വലിയ വീട്ടിലെ രാജുവച്ചൻ. അപ്പൊ അയാളുടെ പേര് തന്നെ വെക്കാം സാർ. ബിരിയാണി കടയ്ക്ക് അദ്ദേഹത്തിന്റെ പേരോ? വെക്കടാ.
വലിയ വീട്ടിൽ ബിരിയാണി സെന്റർ എന്ത് വെക്കേ? ആരും വന്നാലും അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശരി സാർ, ഒരു ബിരിയാണിക്ക് എത്ര റേറ്റ് വെക്കാം സാർ? അത് ഈ നാട്ടിലുള്ള ആൾക്കാരല്ലേ, ഒന്ന് നോക്കി കണ്ടും വിലയിട്. ഒരു 350 സാർ. അതിൽ നിന്ന് 100 അടുത്തേക്ക് മാറ്റി. ഓ, ഞാൻ ആർക്കും വിസിറ്റിംഗ് കാർഡ് കൊടുത്ത് പരിചയപ്പെടുത്താറില്ല. എന്നെക്കുറിച്ച് അറിയാം അല്ലേ? അറിയില്ലെന്നുണ്ടോ? നിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ടുമുണ്ട്, അടിച്ച് വരട്ടിയിട്ടുമുണ്ട്. വന്ന കാര്യം പറയടോ. നിങ്ങളെ ഈ അവസ്ഥയിലേക്ക് തള്ളിയിട്ടിട്ട് ഞാൻ ഇത്ര ഉയരത്തില് ഈ ലെവലിൽ എത്തുമെന്ന് നിങ്ങള് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വലിയ വീട്ടിൽ രാജു ജനങ്ങളെ എല്ലാവരെയും മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും, എന്നിട്ട് പോയ വേഗത്തിലെ താഴേക്ക് തള്ളിവിടുകയും ചെയ്യും. വന്ന കാര്യം പറ. നിങ്ങളുടെ സ്ഥാനത്ത് നിന്നോണ്ട് ഞാൻ ഈ നാട്ടിലെ ഉത്സവം നടത്തിക്കൊടുക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആരെ എവിടെ വെക്കണമെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിനെല്ലാത്തിനും ഒരു വഴിയുമുണ്ട്. അർഹത, ഗൗരവം, യോഗ്യത, അതൊക്കെ ഇരിക്കട്ടെ. ആദ്യം എണീക്ക്, എന്നിട്ട് അങ്ങോട്ട് പോ. എഴുന്നേക്ക്. എഴുന്നേക്കാനല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് കസേര കൊണ്ട് വെച്ചാ അവനെ പിടിച്ചിരുത്തണം. ഇവിടെ ഇരിക്കേ. ഞാൻ എന്താ ചെയ്യണ്ടേ? അമ്പലത്തിലെ ആഭരണങ്ങളൊക്കെ അവിടുത്തെ വീട്ടിലാ ഉള്ളത്. അത് മുഴുവൻ കിട്ടിക്കഴിഞ്ഞാ നാഗപ്പ, എന്തോ അയാൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ, എപ്പോഴാ വേണ്ടെന്ന് വെച്ചാ എല്ലാം കൊടുത്തേക്ക്. മുഴുവനോ? ഒരു ദിവസം മുമ്പ് തന്നെ വന്ന് വാങ്ങിച്ചോളാം. കോർന്നോരെ നിന്നേണ്ടല്ലോ. രാജു ഏട്ടാ, ഞങ്ങൾ പുതിയ പിള്ളേരല്ലേ, നിങ്ങൾ വേണം എൻകറേജ്. അതാ കൊടുക്കാന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ ഇടയ്ക്ക് സംസാരിക്കാൻ തിണ്ട. പോവാൻ നോക്ക്. പോ എഴുന്നേറ്റോ. എന്നാ ശരി, ഞാൻ വരാം. സാറേ, ഈ ജനങ്ങളൊക്കെ സാറിനെ വിശ്വസിച്ചിരിക്കണം കേട്ടോ. ഒന്നും ചോദിക്കാതെ വെറുതെ ഇങ്ങനെ ഇരുന്ന എങ്ങനെയാ? സ്വന്തം നാട്ടുകാരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഇയാളൊക്കെയാണല്ലോ നിങ്ങൾ തലയിലെടുത്ത് വെച്ചിരിക്കുന്നത്. സത്യത്തിൽ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കെട്ടി തൂങ്ങി ചാത്തേനെ. ഓട്ടെ സാറേ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ അങ്ങനെ തടസ്സങ്ങളൊക്കെ വരും. എന്തിനാ വിഷമിക്കുന്നത്? സാറിന്റെ കൂടെ ഞങ്ങൾ എല്ലാരും ഉണ്ടാവുന്നേ. എടാ പി ചേട്ടാ, എനിക്ക് ഇതുപോലൊരു ചുവന്ന കാർ വേണം. ഏത് ചേട്ടാ? ആ വണ്ടി ചെന്ന് ഇവരിൽ 4 പേരെ അടിച്ചാ ഇതിന്റെ പിന്നിൽ രാജു ആണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ആൾക്കാർ അടിച്ചെന്ന് എന്താ തെളിവ്? ചുവന്ന നിറത്തിലുള്ള കാറാണ്. ഈ ഗ്രാമത്തിൽ അദ്ദേഹത്തിനല്ലാതെ ആ നിറത്തിൽ കാർ വേറെ ആർക്കും ഇല്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിങ്ങളെല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ആ രാജുവിന് സഹിക്കാൻ പറ്റുന്നില്ല. അതിനാണ് അയാൾ ഇങ്ങനെ മദ്യപാനിയെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. നിയമത്തിന് ആവശ്യം തെളിവാണ്. അടിച്ചത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? തല്ലുകൊണ്ട് ഞങ്ങളെ പറയുന്നുണ്ടല്ലോ, പിന്നെന്താ? ലക്ഷ്മി അമ്മ, നിങ്ങളുടെ കഷ്ടകാലമൊക്കെ തീരുന്ന സമയം. എന്നാലും നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ എന്തോ ഉണ്ട്. അതെ സ്വാമി, കാണാതെ പോയ എന്റെ മകൻ സൂര്യ, അവനിപ്പോ തിരികെ വന്നു. അതേതായാലും സന്തോഷമായി. ആ ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല. എന്നാ എന്റെ മോൻ എന്റെ വീട്ടിലേക്ക് വന്നില്ല. അവൻ വരും. അവൻ വീട്ടിലേക്ക് വരാനായിട്ട് നമ്മുടെ ഈ അമ്മ അനുഗ്രഹിക്കും. എന്റെ മകൻ സൂര്യ വീട്ടിലേക്ക് വരുമെന്നാണോ? എന്റെ ഭർത്താവിനുണ്ടായ അപമാനം അത് മാറുമോ സ്വാമി? ദുഷ്ടന്മാരെ രാജ്യം ഭരിച്ചത് ഒരു ചരിത്രത്തിലുമില്ല. എല്ലാം നന്നായിട്ട് നടക്കും. ഒന്നിനെയും കുറിച്ച് സങ്കടപ്പെടണ്ട. നമ്മുടെ സൂര്യയാണോ ഇത്? അതെ, നമ്മുടെ സൂര്യ തന്നെ. ഇവൻ വളർന്ന് എത്ര വലുതായിരിക്കുന്നു. നോക്ക് മോനെ, ഇനി ഒരിക്കലും നീ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകരുത്. ഇത്രയും ദിവസം നീ എവിടെയായിരുന്നു? എനിക്കിഷ്ടപ്പെടരുത്. പഴയ വിഷയങ്ങളൊക്കെ ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ മറന്നോ? കൃഷ്ണ, അമ്മായി,
ഈ സൂര്യയല്ലേ എപ്പോഴും എന്നോട് പ്രശ്നം ഉണ്ടാക്കുക. നിങ്ങൾ രണ്ടുപേരും ഇനി വഴക്ക് കൂടാൻ പാടില്ല, മനസ്സിലായോ? മിണ്ടാതിരുന്ന് കഴിക്കേ. അത് കണ്ടോ അവൻ നോക്കുന്നത്? എടാ, ഒരു വായ കൂടെ കഴിക്കും മോനെ. സാറേ, ചേച്ചി ലൈനിലുണ്ട്. സൂര്യ വീട്ടിൽ വന്നിട്ടുണ്ടത്രേ. ഹലോ. അതെ, നമ്മുടെ സൂര്യ നമ്മുടെ വീട്ടിലേക്ക് വന്നു. അതിന് ഞാനെന്ത് വേണം? ഞാനിപ്പോ എന്താ പറയാ, എനിക്ക് ഭയങ്കര സന്തോഷായി. എനിക്ക് വളരെ ദുഃഖമുണ്ട്. ഫോൺ വെക്കേ. അതെ, എങ്ങനെയോ സൂര്യ വീട്ടിലെത്തിയല്ലോ. വീട്ടില് വരാതെ പിന്നെ എവിടെ പോവൻ? എവിടെ പോയാലും ഇവിടെ തന്നെ വന്നേ പറ്റൂ. അല്ല, ഈ വായിൽ നല്ല വാക്കുകളൊന്നും വരില്ലേ? നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നല്ല വാക്കുകൾ വരും. നമ്മൾ ഇത്രയും പണം ചെലവ് ചെയ്ത് ഉത്സവം നടത്തിയത് ആ വലിയ വീട്ടിലെ തെണ്ടിയെ വലുതാക്കാനാണോ? സാറെന്തിനാ വിഷമിക്കുന്നേ? ഉത്സവം നല്ലപോലെ നടന്നു തീർന്നല്ലോ, പിന്നെന്താ? അങ്ങനെ അല്ലല്ലോ. അവൻ വെളി ബിരിയാണി കട വെച്ചോണ്ടിരുന്ന. നിനക്കെങ്ങനെ അറിയാം? എനിക്കും അവനും ഒരു കണക്കുണ്ട്. എന്നെ അവൻ അടിച്ച് നാണം കെടുത്തി. തന്ത എന്നെ തല്ലി, സന്തതി നിന്നെ വീട്ടില്ല. ഞാൻ അവനെ കൊന്ന് അവന്റെ രക്തം എടുക്കാണ്ട്. നമസ്കാരം. എന്തിനാ എല്ലാവരും എണീറ്റ് ഇരിക്കെ? അല്ല സാറേ, ഇദ്ദേഹത്തിനെ കാണുമ്പോ രാജു സാർ വന്നത് പോലെ തന്നെ ഉണ്ട്. ഓ, മഞ്ഞപ്പിത്തം പാചകം എല്ലാം മഞ്ഞായിട്ടേ തോന്നുന്നു. കൂടുതലൊന്നും പറയണ്ട, ഇരിക്കെ. എന്താ കാര്യം? നിങ്ങൾ ഇരിക്കേ, സംസാരിക്കാം. വലിയ വീട്ടിലെ പയ്യനായതുകൊണ്ട് നീ വലിയ ആളൊന്നുമല്ല. അങ്ങനെ ഞാനൊരിക്കലും കരുതിയിട്ടില്ല. ആൾക്കാരൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്നു. സ്നേഹത്തോടെ തരുന്ന ഒന്നും ഞാൻ വേണ്ടെന്ന് പറയില്ല. ഏയ്, ഇത് ലെവല്. ലെവല്. ലെവൽ എന്ന് പറഞ്ഞാൽ ഇതാണ് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്, കൊമ്പത്തെ ലെവൽ. എന്തെന്ന് കൊമ്പത്തെ ലെവൽ? നിന്റെ അച്ഛൻ കർഷകരെ പറ്റിച്ചു, അതിനാണ് ഈ മീറ്റിംഗ്. കർഷകരെ പറ്റിക്കാൻ മാത്രം അത്ര ചീപ്പല്ല എന്റെ അച്ഛൻ രാജു. ഓ, അത്രയ്ക്ക് പാവാണല്ലോ നിന്റെ അച്ഛൻ. വളരെ നല്ല മനുഷ്യൻ. ഏയ്, തന്റെ അച്ഛനാണ് വില്ലൻ. എന്റെ അച്ഛൻ എനിക്ക് മാത്രമാണ് വില്ലൻ. അദ്ദേഹത്തിന്റെ അടുത്ത് ആരെങ്കിലും പ്രശ്നമായിട്ട് ചെന്നാൽ അവർക്ക് ഞാനായിരിക്കും വില്ലൻ. ഹീറോ പവർഫുൾ ആണെങ്കിലേ വില്ലനൊരു മര്യാദയുള്ളൂ. ഏയ് ബാബു, കിട്ടുന്നത് ഭക്ഷിച്ചുകൊണ്ട് വാലാട്ടി മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്ക് നല്ലത്. കടിക്കാവുന്നും കുരയ്ക്കാവുന്നും വിചാരിച്ചാലുണ്ടല്ലോ, പേപ്പട്ടി കൊല്ലുന്ന പോലെ കൊന്നുകളയും. അതുകൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ ഈ നാട് വിട്ട് പോകുന്നു. ഇനി വീണ്ടും അടുത്ത മാസം വരണം സാർ. ഒരു നിമിഷം ഒന്ന് കാലിടറിയാലും എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ശക്തി ഇപ്പോഴും കയ്യിലുണ്ട്. മോന്റെ സഹായം വേണ്ടപ്പോ ഞാൻ ചോദിച്ചോളാം, അപ്പൊ തന്നാ മതി കേട്ടോ. ബാ. എന്താണ് മാമ, വജ്രമണി കുറച്ച് വീക്കാണെന്ന് തോന്നുന്നല്ലോ. അവർക്ക് ടെൻഷൻ എന്താ കുറവ്? എപ്പോഴും ടെൻഷനിൽ തന്നെയാ. മരുന്ന് കുറച്ച് കൂടിപ്പോയിട്ടാ. വജ്രമണിയായിട്ടിരിക്കണം. ഇപ്പൊ ഈ പോക്കിനത്ര സുഖമില്ല. കുറച്ചോളം പറ. അച്ഛനും മോനെ ആരെങ്കിലും പറയുന്നേക്കൊന്നും അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയും. ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് പറയിപ്പിക്കാം. നടക്കുന്ന കാര്യം ഇതൊക്കെ. സൂര്യ, പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. ഏതോ മനസ്സിലാക്കണത്രേ, മനസ്സിലാക്കുന്നേ. ലങ്ക അല്ല ലവങ്ക. ലവ് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറാ. ഇവിടെ അതിലും ഡേഞ്ചറാ ഡബിൾ ആക്ടിങ്. അങ്ങനെയാണോ? കണ്ടാ അങ്ങനെ തോന്നുന്നല്ലോ. തോന്നുന്നതിനാ സെക്രട്ടറി ബിൽഡിംഗ്. ഗംഗ, ഞാൻ ഇങ്ങേർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തിട്ടുള്ളതെന്ന് അറിയോ നിനക്ക്? എന്തൊക്കെയാ ചെയ്തേ? എന്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്തു, എന്റെ ഹാബിറ്റ്സ് ഒക്കെ ഉപേക്ഷിച്ചു, ചെറുതായിട്ട് അടിച്ചോണ്ടിരിക്കായിരുന്നു. അയ്യോ, അതൊക്കെ തെറ്റാണ്. അതൊന്നും വിടാൻ പാടില്ല. ഇത്ര നല്ല കാര്യങ്ങൾ എന്തിനാ വിടുന്നേ? കണ്ടിന്യൂ ചെയ്തൂടെ പ്ലീസ്? കറക്റ്റ്. വരുത്തിക്കോ. എന്തിനെ? വെള്ളം അടിക്കാൻ. തായ് പലോ, ബിരിയാണി സെന്റർ, ബാർ ആൻഡ് റെസ്റ്റോറന്റ്, ഡ്രിങ്ക്സ് നോട്ട് അലൗഡ് ഇൻസൈഡ്. ഹലോ, ഇന്ന് ഞാൻ ഇവിടെ വെള്ളം അടിച്ചേ തീരൂ. പോയി വാങ്ങിച്ചിട്ട് വാ. ഇതാ കുടിച്ച് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലേ നിങ്ങളുടെ മരണത്തിന് ഞങ്ങൾ കാരണമല്ല. സൈഡ് ഡിഷ് എന്താ വേണ്ടത്? മത്തി പൊരിച്ചത്, ബീഫ്, ബുൾസേ. ഇവളടുത്ത് സ്പെയർ പാർട്സിന്റെ പേരൊന്നും പറയാതെ നിന്ന് വായടക്കി. അയ്യോ, വാട്ടറോ? വാട്ടർ മിക്സ് ചെയ്ത് കുടിച്ചാലേ ഛർദിക്കാൻ വരും. ഞാൻ ഇങ്ങനെയാ റോ ആയിട്ട് കുടിക്കും. അപ്പൊ റാ പാർട്ടിയാണല്ലേ? നിക്ക്, ഒരടി എന്ന മുഖം വാൾപോസ്റ്റ് പോലെ ആകും. സ്ഥലം ഇവിടെ നോക്ക്. നീ എന്റെ കെട്ടിയൊന്നുമല്ലല്ലോ. താങ്ക്സ്. ചോദ്യം ചേച്ചി. ദാ നോക്ക്, ഞാൻ ഒരിക്കലും കമ്മിറ്റ് ആകില്ല. ഒരു പക്ഷെ കമ്മിറ്റ് ആയി കഴിഞ്ഞാ
ഞാൻ പറയുന്നത് ഞാൻ തന്നെ കേട്ടു കേക്കണ്ട വിട്ടേക്ക്. കൊഞ്ചു പോലും നിന്റെ പഞ്ച് ഡയലോഗ് അടിക്കുന്നു. എഴുതിട്ട് വീട്ടിൽ പോ നോക്കണേ. സൂര്യ സാർ, മദ്യം കണ്ടതും കണ്ണടച്ചിട്ട് എടുത്തു കുടിക്കുന്ന സിറ്റുവേഷനിലാണ് ഞങ്ങൾ. നിങ്ങൾക്കിതൊന്നും വേണ്ട. കിട്ടാത്തവളെ മാലാകെന്നും കിട്ടിയവളെ പ്രേതമെന്നും വിളിക്കുന്നത് തെറ്റാണ്. താനെ കിട്ടുന്ന പായസം എന്തിനാ വെറുതെ വിടുന്നത്? എടുത്തോളൂ. ലവ് ഈസ് ബ്ലൈൻഡ്, യു നോ. റാവായിട്ട് കുടിച്ചാലേ വയറൊക്കെ എരിയും. ഡേഞ്ചറസാ. സാർ, ഞാനാ സാർ കേബിൾ ബാബുവിന്റെ അനിയൻ കരാത്തെ മഞ്ച സംസാരിക്കുന്നത്. എന്താ കാര്യം പറ. സാർ, ഞങ്ങൾ ഒരു ലോക്കൽ പെണ്ണ് 6-7 പേര് ചേർന്ന് റേപ്പ് ചെയ്തു. ലോക്കൽ പെണ്ണായിട്ട് എന്താ പ്രശ്നം ഉണ്ടാക്കുന്നത്? അതാ സാർ. അപ്പൊ ഞങ്ങളിപ്പോ എന്തു ചെയ്യും സാർ? ജീവിച്ചിരിപ്പുണ്ടോ അതോ ചത്തോ? ഇനിയും ജീവനുണ്ട് സാർ. അവൾക്ക് നല്ലപോലെ മദ്യം ഒഴിച്ചു കൊടുക്ക്. പ്ലാസ്റ്റിക് കവറിൽ മുഖം പൊതിഞ്ഞ് അവളെ തീർത്തേക്ക്. ശരി സാർ, താങ്ക് യു സാർ. കേട്ടോ, നിന്റെ അപ്പൻ എങ്ങനെയുള്ള ഒരാളാന്ന്. നിനക്കൊരു ലവർ ഉണ്ടല്ലേ, വലിയ മാവീരൻ. അവന് ഫോൺ ചെയ്ത് വരാൻ പറ. അവനിങ്ങോട്ട് വരാൻ പറ. ഹലോ, ആരാണ്? ഹായ് ബ്രോ. നിന്റെ പെണ്ണിനെ അങ്ങോട്ട് ഞാൻ പൊക്കി നിന്റെ കൺമുന്നേ റേപ്പ് ചെയ്യാന്നാ ഞാൻ ഫോൺ ചെയ്തത്. അഡ്രസ് പറയാൻ നോട്ട് ചെയ്തോ. ഒരു പെണ്ണിനെ വെച്ച് വില വെച്ചെന്ന് വൃത്തികെട്ടവനെ എന്താ വിളിക്കേണ്ടത്? കുടിക്കണോ? കുടിയോ? ഞാൻ നിന്റെ കൂടെ സന്തോഷമായിട്ടിരിക്കുന്ന അവൻ കാണണം. അവനെ എണിപ്പിക്കടാ. എണീക്കടാ. നിന്റെ മിക്സിങ് ശരിയല്ല. വെള്ളം ഒരുപാട് കൂടിപ്പോയി. എനിക്ക് ഡ്രൈ ആയിട്ട് വേണം. ഞാൻ നോർമലായിട്ട് ഇരിക്കുമ്പോ തന്നെ അടിച്ചാൽ നിന്റെ കൈയും കാലൊക്കെ പീസ് പീസാകും. അപ്പൊ പിന്നെ കിക്കോടെ അടിച്ചാൽ നിന്റെ ബോളിലെ വാടാ 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 ഡാടാ പുറയുന്ന അടിക്കടാ. വാ വാടപ്പോ നീ എങ്ങോട്ട് കൈ എടാ ഇവിടെ ടച്ചിങ് തരാൻ ആരുമില്ലേ? ഈ രക്തത്തിന് ഭയങ്കര ഉപ്പാണ്. നമസ്കാരം മാഡം, ഒരു മിനിറ്റ്. ഡ്രൈ ആയിട്ട് അടിച്ചാലല്ലാതെ എനിക്കൊന്നും ഫീൽ ആവില്ല ബ്രോ. വല്ല കമ്പി കൊണ്ട് അടിക്ക്.
വെള്ളം അടിക്കില്ല നിഷ മാഡം. എന്നെ ബലമായിട്ട് പിടിച്ച് കുടിപ്പിച്ചാലും ഉറപ്പായിട്ടും വണ്ടി ഞാൻ ഓടിക്കില്ല. നിയമത്തെ ബഹുമാനിക്കണം മാഡം. നിങ്ങൾ ആ ഹാൻഡിലിൽ മുറുക്കെ പിടിച്ചു. ഞാനിപ്പോ എവിടെയാ മുറുക്കെ പിടിക്കുക? ഞാൻ പറയുമ്പോഴൊക്കെ ആ ക്ലച്ച് പിടിച്ചോണേ. ഗിയറ് ഞാൻ മേഘദൂത് കാത്തു നിൽപ്പൂ എന്നിലെ സാഗരം മുഖമായി വാർന്നുവോ. ഞാൻ ഉഷയുടെ ഫാനാണ്. ഉഷാർ ഫാൻ. എന്നെ ഏതെങ്കിലും ഗസ്റ്റ് ഹൗസിലേക്കാണോ കൊണ്ടുപോകുന്നത്? ഇതറിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ നോക്കി ചിരിക്കും കേട്ടോ. കാര്യത്തിൽ നിങ്ങൾ ഭയങ്കര അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അയ്യോ വക്കീല്, നമ്മളെന്താ ഇവിടെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിട്ടാണോ വന്നത്? അതെ സാറേ, സാറേ കേസ് എടുക്കല്ലേ. ഞങ്ങൾ ലവ് തുടങ്ങിയിട്ട് പോലുമില്ല. നിശ്ചാൻ വേണ്ടി കഷ്ടപ്പെടുകയൊന്നും വേണ്ട. സാറേ ഒരു മിനിറ്റ്, ഇതെന്താ നിഷേധ്? നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ കേസ് കൊടുത്ത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇവരുടെ അച്ഛൻ മിസ്റ്റർ സുബ്രഹ്മണ്യൻ, ക്രിമിനൽ ലോയർ. ഓ ക്രിമിനൽ ആണല്ലേ? സെക്യൂരിറ്റി, ഈ തേർഡ് ക്ലാസ്സിന് ആരകത്തേക്ക് വിട്ടത്? തേർഡ് ക്ലാസ് ഞങ്ങൾ രണ്ടുപേരല്ലേ ഇവിടെ ഉള്ളൂ. ഹൈ ക്ലാസ് ഇഡിയറ്റ് കൺട്രി ബ്രൂട്ട്. മൈൻഡ് യുവർ മലയാളം ലാംഗ്വേജ്. ആരെ നോക്കിയോ താൻ തേർഡ് ക്ലാസ്? തന്തയെ ബുദ്ധിണ്ടോ നിനക്ക്? അതെ നിഷാന്ത്, നിന്റെ തന്തയുണ്ടല്ലോ കുറിച്ചിരുത്തി ഒരു ഇടി കൊടുത്താണ്ടല്ലോ എല്ലാ കാര്യങ്ങളും ശരിയാകും. ഇത് 307 ആണെങ്കിൽ മർഡർ കേസ്. ആം ഐ റൈറ്റ് ക്രിമിനൽ ലോയർ? ഈ നെറികെട്ടവൻ നിനക്ക് ഫ്രണ്ട്? ആരെയാണ് നീ നെറികെട്ടെന്ന് വിളിച്ചേ? കൊന്നുകളയും ഞാൻ. ഇദ്ദേഹമല്ല, നെറികെട്ടവൻ നിങ്ങളാണ്. അച്ഛനോട് എനിക്ക് ഒരുപാട് ബഹുമാനം ഉണ്ടായിരുന്നു. എല്ലാവരോടും അഭിമാനത്തോടെ ഞാനൊരു ക്രിമിനൽ ലോയറുടെ മകളാണെന്ന് പറയാറുണ്ട്. ഹലോ മാഡം, വാട്ടർ പ്ലീസ്. പക്ഷെ ഇന്ന് അച്ഛൻ ചെയ്ത കാര്യമുണ്ടല്ലോ. ഒറിജിനൽ വാട്ടർ. അച്ഛൻ ഇന്നൊരു കോൾ വന്നില്ലായിരുന്നോ? അവന്മാരെ റേപ്പ് ചെയ്തിട്ട് എങ്ങനെ രക്ഷപ്പെടേണ്ടെന്ന് ചോദിച്ചപ്പോ ഒരു സൂപ്പർ ഐഡിയ പറഞ്ഞു കൊടുത്തല്ലോ. അടിപൊളി അച്ഛാ, സൂപ്പർ. പക്ഷെ അവന്മാര് റേപ്പ് ചെയ്യാൻ നിന്ന പെണ്ണാരാന്നറിയോ അച്ഛന്? ഞാനാണച്ചാ, നിങ്ങളുടെ സ്വന്തം മകള്. നിഷ, നീ അകത്തേക്ക് വന്ന് സംസാരിക്കാം. അകത്തേക്ക് വരാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, ഇത് പറയാൻ വേണ്ടിയാ വന്നത്. വാ സൂര്യ. എടോ ക്രിമിനൽ തന്തേ, സെന്റിമെന്റൽ മൂഡിൽ നിന്ന് റൊമാന്റിക് മൂഡിലേക്ക് പോകുന്നത് മാത്രം കഷ്ടമാണെന്ന് അറിയോ? താനൊക്കെ എന്തിനാണോ തന്തയാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? നിഷ മാഡം 1 മിനിറ്റ് പ്ലീസ്. അമ്മവ തങ്കപ്പെട്ട ഒരു പെണ്ണിനെയാണ് എന്തായാലും ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ അമ്മായിച്ച. ഭയങ്കര ചൂടാണല്ലോ. ചെറിയ ചെറിയ കേസിലൊക്കെ അകത്ത് പോയാൽ പുറത്തിറക്കുമല്ലോ അല്ലേ? ഇറക്കിയല്ലേ പറ്റൂ. മരുമരായി പോയില്ലേ അല്ലേ? ബൈ. നിന്റെ പുറത്ത് ഇങ്ങനെ മുഖം വെച്ച് കിടക്കുന്ന ഈ കിടപ്പുണ്ടല്ലോ, അതൊരു പ്രത്യേക സുഖം തന്നെ. നിഷ, നിന്നെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. ഇനി എന്നെ ഇട്ടിട്ട് എവിടെയെങ്കിലും നീ പോയാലുണ്ടല്ലോ. കൺട്രോൾ സൂര്യ, കൺട്രോൾ സൂര്യ, കൺട്രോൾ. നിഷ മാഡം, ഞാൻ കൈ ഇവിടെ വെച്ചോട്ടെ. കുറച്ചു നേരം ഈ പുറം ഒന്നും ബെഡായിട്ട് യൂസ് ചെയ്യണേ. ഉറങ്ങത്തേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ചെയ്യില്ല. അതെ, കുടിച്ചോണ്ട് പറയാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. നിങ്ങളുടെ ആ ഡബിൾ ആക്ടിങ് റോളില്ലേ, ആ വേറെ ആള്, ആ ഉഷ, ആ ഉഷയുടെ ക്യാരക്ടറിൽ മുടിയൊക്കെ ഇങ്ങനെ പിന്നിട്ടിട്ട് വരുമ്പോ കുറെ പൂവെടുത്ത് തല വെക്കണത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവസാനം ബാലൻസ് പോയി അല്ലേ? നിങ്ങളെ ഒത്തിരി സ്വീറ്റ് ആയിട്ട് സംസാരിക്കല്ലായിരുന്നോ? അതുകൊണ്ട് നിങ്ങളുടെ മുഖം ഒന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാലൻസ് വിട്ടുപോയി. കറക്റ്റ്. ഈ പ്രായത്തിൽ ബാലൻസ് വിട്ടുപോകാതെ പിന്നെ വയസ്സാം കാലത്ത് ബാലൻസ് വിട്ടിട്ട് എന്താ കാര്യം? എടാ മാഞ്ച, നീ എന്തിനാ എന്റെ മോളെ കൂട്ടിക്കൊണ്ട് പോയത്? റേപ്പ് ചെയ്യാൻ വേണ്ടി. നീ എന്തായി പറയുന്നത്? സെൻസ് ഉണ്ടോ നിനക്ക്? എന്താ ഉണ്ടായേ? ഒരുപക്ഷെ എന്റെ അനിയൻ നിന്റെ മോളെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളവന് കെട്ടിച്ചു കൊടുത്ത കാര്യം തീർന്നല്ലോ. ബാബു, എന്റെ മോൾ എനിക്ക് ജീവനാണ്, വെറുതെ വൃത്തികേട് പറയില്ലേ. അതിനിപ്പോ ജീവൻ പോയില്ലല്ലോ. നോക്ക് സുബു, തന്റെ മോളെ എന്റെ അനിയൻ കൊണ്ടുപോയത് ആ സൂര്യക്കിട്ട് പണിയാൻ വേണ്ടിയാ. ദയവ് ചെയ്ത് താൻ അതൊന്ന് മനസ്സിലാക്കണം. സൂര്യനെ അടിക്കാൻ ഇത്രയും വലിയ തന്റെ അടുത്ത് എന്തെങ്കിലും എക്സ്ട്രോർഡിനറി ഐഡിയ ഉണ്ടെങ്കിൽ പറ കേക്കട്ടെ. സൂര്യ, നിന്റെ അച്ഛനെ ജയിലിലേക്ക് അയച്ചത് ഞാനൊരു കാരണമാണ്. എന്നോട് ക്ഷമിക്കണം മോനെ.
മോളിൽ ഒരാൾ ഇരിപ്പുണ്ട്. അയാളാണ് ഡിസൈഡ് ചെയ്യുന്നത് കുറ്റം ചെയ്തത് ആരാണെന്നും ശിക്ഷ എന്താണെന്നും. നിഷ ഇപ്പോൾ വലിയ വീട്ടിലാണുള്ളത്, എൻ്റെ അമ്മയുടെ കൂടെ. അങ്കിളിപ്പോൾ ഇവളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട, സമാധാനമായിട്ട് വയ്ക്കുള്ളൂ. ഞങ്ങളുടെ വീട്ടിലുള്ള ആധാരങ്ങളൊക്കെ മോഷ്ടിച്ചിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് കൃഷ്ണയാണെന്ന് എനിക്ക് നേരത്തെ അറിയാം. അവനെതിരെ നിങ്ങൾ ഒരു കേസ് തന്നാൽ മതി, നിങ്ങൾ നിരപരാധിയെന്ന് ഞാൻ തെളിയിക്കാം. ഞാൻ മരിച്ചാലും അവന്റെ പുറത്ത് ഞാൻ കേസ് ചേർത്തില്ല. എന്താ നിങ്ങൾക്ക് ഇത്രയും സ്നേഹം ഉണ്ടാവാൻ കാരണം? കാരണം അവരെന്റെ ചേച്ചിയെ പോലെയല്ല, എന്റെ അമ്മയെ പോലെയാണ്. എന്നെ വളർത്തി, എന്നെ പഠിപ്പിച്ചു, എന്നെ കല്യാണം കഴിപ്പിച്ചു. കൃഷിയെ വിശ്വസിച്ച് എന്റെ ജീവിതം നയിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കൃഷി ചെയ്യാൻ തുടങ്ങി. കുറച്ച് സാമ്പത്തികത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ അളിയൻ്റെ കയ്യിൽ ഒരു പ്രിന്റിംഗ് പ്രസ് ഉണ്ടായിരുന്നു. അപ്പോൾ കൃഷി തുടങ്ങാനുള്ള മുതലിന് വേണ്ടി അപ്പോൾ ആ പ്രസ്സിൽ കള്ളനോട്ട് ഞാൻ ആദ്യമായിട്ട് കണ്ടു. എൻ്റെ അളിയൻ ഞാൻ പറയുന്നത് കേൾക്കാതെ അന്ന് രാത്രി തന്നെ വീട്ടിൽ നിന്ന് പോയി ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു. ചന്നം ഭിന്നമായി മുറിഞ്ഞിരിക്കുന്ന ദേഹം കണ്ടതുകൊണ്ട് എൻ്റെ ചേച്ചിക്കൊരു ഷോക്കായി. ഇന്ന് വരെ അവര് സുബോധത്തോടെ വന്നിട്ടേ ഇല്ല. ഞാൻ പോലീസിന് കൊടുത്ത ഇൻഫർമേഷൻ കാരണം എൻ്റെ ചേച്ചിയുടെ ജീവിതം തകർന്നുപോയി. ആവശ്യമില്ലാതെ ഞാൻ നിങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചു. ഇല്ല ലോയർ സാറേ, ഞങ്ങൾ വളർന്ന വിധം, ഇങ്ങോട്ട് ജീവിച്ചു വന്ന വഴികളൊക്കെ, ഇതെല്ലാം ഞങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ആ പാപം എൻ്റെ പുറത്തുണ്ട്. അതിനൊരു പ്രായശ്ചിത്തമായിട്ട് വിചാരിച്ച് ഞാൻ തന്നെ ഇത് അനുഭവിച്ചോളാം. പറയൂ കൃഷ്ണ. സൂര്യ രക്ഷിക്ക് സൂര്യ, പ്ലീസ് സൂര്യ. എന്തു പറ്റി? പണം തിരിച്ചു തരാത്തത് കൊണ്ട് അവരെന്നെ പൊക്കി സൂര്യ. എന്നെ കൊന്നേക്ക് സൂര്യ, ഒന്ന് വേഗം വാ. ഫോൺ കൊടുക്കുക, ഞാൻ സംസാരിക്കാം. വേണ്ട സൂര്യ, നീ നേരിട്ട് വാ. ഞാൻ ദേവി ക്ഷേത്രത്തിന്റെ മുന്നിലാണ്, ഒന്ന് വേഗം വാ സൂര്യ, വേഗം വാ. എടോ ബാബു, സൂര്യ തനിച്ച് കിട്ടിയ നീ അവനെ കീറി പഞ്ഞിക്കിടുന്നു പറഞ്ഞില്ലേ? ഇപ്പൊ അവൻ ഒറ്റയ്ക്കേ വരില്ലോ. എവിടെ? ബാബു, ഞങ്ങളുടെ വീട്ടുകാരാ. ഇല്ല ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. അമ്മയുടെ മുന്നിൽ വേണ്ട, വിട്ടേക്ക്. ആരുണ്ടെങ്കിൽ എനിക്കെന്താ? വേണ്ട ബാബു, പറഞ്ഞ കേക്ക്. പറയുന്നില്ലേ? നിന്റെ അനിയൻ്റെ അടുത്ത് ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത് ബാബു. പെണ്ണുങ്ങൾ അറ്റാക്ക് ചെയ്യുന്നവരെ ആണെന്ന് വിളിക്കില്ലെന്ന്. അവരെ എന്താ വിളിക്കേണ്ടതെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാം. സൂര്യ, ഈ വിവരമില്ലാത്ത തെണ്ടുകൾ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള പവറിലാണല്ലേ? പവർ പിറന്നപ്പോഴേ കൂടെ കിട്ടിയതാ. ഇത് വലിയ വീട്ടിലെ പവർ. നിനക്ക് പിറകിൽ നിൽക്കുന്ന ആൾക്കാരാണ് നിനക്ക് ഒതുകാത്തത്. ഇവരത്രയും പേരും വിശ്വാസികൾ. ഇതുപോലുള്ള ഷോസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്.
ഞാനൊരു ആൺകുട്ടിയാ, അതുകൊണ്ടാ നിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. ആൺകുട്ടി നീ ജനിക്കുന്ന സമയത്ത് നമുക്കൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് തരും. അതിനകത്ത് ആണും പെണ്ണും ഒരു കോളമുണ്ട്. അതിൽ രണ്ടിലും നിനക്ക് ടിക്ക് മാർക്ക് ചെയ്തിട്ടില്ല. ഒരു ഡൗട്ടിലാണ് നിന്നെ വളർത്തിയത്. ഞാൻ ജനിച്ച് വീണ ഉടനെ നേഴ്സിനെ നോക്കി കണ്ണിറുക്കി കാണിച്ചവൻ. എന്നെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഫോൺ ചെയ്യേ, ഒറ്റയ്ക്ക് നേരിടാമല്ലോ. അത് ചെയ്യാതെ ഇതെന്നാ ഈ ഫാമിലി കീമിലി എന്ന് പറഞ്ഞൊരു പഴയ സ്റ്റൈല്. ആ പഴഞ്ചൻ സ്റ്റൈലിൽ തന്നെ തന്റെ ഫാമിലിയെ ഞാൻ ഇല്ലാതാക്കും. പറ്റുമെങ്കിൽ തടയാൻ നോക്കാം. ഞാൻ ഇല്ലാഞ്ഞിപ്പോ ഫാമിലിയെ തൊട്ടത് വലിയ കാര്യമല്ല. ഞാനിവിടെ ഉള്ളപ്പോ നീ ഒന്ന് തൊട്ട് നോക്കണം. നിങ്ങളുടെ വലിയ വീട്ടിലൊരു പ്രാണി എൻ്റെ അടുത്തുണ്ട്. ഒരു മിനിറ്റ്. കൃഷ്ണ വാടാ, വാ. സൂര്യ, ഇവനെക്കുറിച്ച് വലിയ വീട്ടുകാർക്ക് കൂടുതലൊന്നും അറിയില്ല അല്ലേ? അമ്മേ. ഏയ് ബാബു, എന്റെ ഫാമിലിയുടെ മുന്നിൽ ചുമ്മാ ഡ്രാമ കളിക്കല്ലേ, അല്ലെങ്കിൽ നിന്റെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഞാൻ ജീവനോടെ തിരിച്ചു വരില്ല. എന്താ സംശയമുണ്ടോ? ഒരേ ഒരു കോള് മതി, നിന്റെ അനിയന്റെ ശ്വാസം അവിടെ നിലയ്ക്കും. എന്നോട് ക്ഷമിച്ചേക്കാം അമ്മായി. പ്ലീസ് അമ്മായി, എന്നോട് ക്ഷമിച്ചേക്ക്. തെറ്റായെന്ന് നിനക്ക് തന്നെ തോന്നുന്നില്ലേ? അത് നോക്കടാ, നീ ക്ഷമ ചോദിക്കേണ്ടത് ഇവിടെയല്ല, പോയി നിന്റെ മാമനോട് ചോദിക്കേ. എന്തിനാടാ അടിക്കണ്ട, വിട്ടേക്ക്. ഇവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഇവന്റെ മനസ്സിപ്പോ മാറിയിരിക്കുക. ഇവന്റെ കൂട്ടുകെട്ട് ശരിയല്ലായിരുന്നു, അത്രേ ഉള്ളൂ. നോക്ക് മോനെ സൂര്യ, ഇവന്റെ അച്ഛനെ പോലെ ആകരുത്. ഇവനെ നിന്റെ കൂടെ തന്നെ വെച്ചോ. ഇവനെ ഒരു നല്ല മനുഷ്യനാക്കേണ്ട ചുമതല ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. കൃഷ്ണ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അച്ഛനെ വെറുക്കുന്നത്? നാട്ടിലുള്ള എല്ലാവരും നിങ്ങളുടെ അച്ഛനെ ഒരു ദൈവമായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ തമ്മിൽ അത്ര ഐക്യത്തിലല്ല. അന്ന് വലിയ കാര്യത്തില് എന്റെ ഫാമിലി അത് ഇതൊന്നും ഒരുപാട് ഡയലോഗ് അടിച്ചല്ലോ. വാട്ട് ഇസ് ഇറ്റ്? നിഷ, എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ എൻ്റെ ആൻറ്റിയുടെ മകൻ കൃഷ്ണയോടൊപ്പമായിരുന്നു. ഒരാൾ മറ്റൊരാളുടെ വാലെന്ന് പറഞ്ഞ പോലായിരുന്നു. എന്നെക്കാളും വലിയ വാൽ അവനായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ആ നാട് മൊത്തം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരുന്നു. കൃഷ്ണ വേണ്ടാതിനുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഹേ കൃഷ്ണ, തീപ്പെട്ടി എങ്ങനെ കത്തിക്കല്ലേ? അവൻ തീ കത്തിച്ചാൽ അടി കൊള്ളുന്നത് എനിക്കായിരുന്നു. നിഷ, ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ മുന്നേ എന്നെ അടിക്കുമായിരുന്നു. കൃഷ്ണ എപ്പോൾ തെറ്റ് ചെയ്താലും അടി കൊള്ളുന്നത് എനിക്കായിരുന്നു. ഒരു കുടുകുടുപ്പക്കാരൻ്റെ അടുത്ത് നിന്ന് 10 രൂപയ്ക്ക് നിന്നെ മേടിച്ചെന്നാ എൻ്റെ അടുത്ത് പറഞ്ഞത്. നീ വലിയ വീട്ടിലെ കൊച്ചൊന്നും അല്ല. നീ വലിയ വീട്ടിലെ പയ്യനല്ലെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ അങ്കിൾ മരിച്ചതിന് ശേഷം ആൻറ്റി ഒരു നല്ല അവസ്ഥയിലായിരുന്നില്ല. കൃഷ്ണ എൻ്റെ അമ്മ എന്നെക്കാളും നന്നായി നോക്കി. മുൻപൊക്കെ എന്നെ കുളിപ്പിച്ച് എനിക്ക് ഭക്ഷണം തന്നുകൊണ്ടിരുന്ന എൻ്റെ അമ്മ എന്നെ മറന്നിട്ട് കൃഷ്ണയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. വജ്രമണി, എന്താടാ, എന്തിനാ എന്നെ അങ്ങനെ ആ പേരിൽ വിളിക്കുന്നത്? മദ്യപിക്കുന്നത് തെറ്റാണ്, പക്ഷെ നിങ്ങൾ മദ്യപിക്കുന്നില്ലേ, അതുകൊണ്ട് അങ്ങനെ വിളിച്ചത്. അച്ഛനൊരു പുതിയ കാറ് വാങ്ങി. ആ കാറിനകത്ത് ഞാനും കൃഷ്ണയും കൂടി കയറി ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കൃഷ്ണ കാർ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും കാറിനകത്ത് നിന്ന് പുറത്തു വരാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. വെള്ളത്തിനടിയിൽ എൻ്റെ അച്ഛനെ കണ്ടപ്പോൾ എൻ്റെ പേടിയൊക്കെ മാറി. ആദ്യം എന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ചത്. പക്ഷേ എൻ്റെ അച്ഛൻ കൃഷ്ണയാണ് ആദ്യം രക്ഷപ്പെടുത്തി മുകളിലേക്ക് കൊണ്ടുപോയത്. എൻ്റെ അച്ഛൻ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എന്നെ കാണുന്നത് ഇഷ്ടമല്ലായിരുന്നു. കൃഷ്ണയാണ് കാറ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല. അമ്മേ, ഞാൻ
പറഞ്ഞ നേരാണ്. ഞാൻ കാർ ഓടിച്ചിട്ടില്ല. പറയുന്നു ഈ പ്രായത്തിലെ നുണ പറയാ നീ. അമ്മേ, എന്നെ അടിക്കല്ലേ. അമ്മേ, അച്ഛാ, അച്ഛാ, എന്നെ അടിക്കല്ലേ. ഇവിടെ നോക്ക് വജ്രമണി, നിന്നെ ഞാൻ വെറുതെ വിടില്ല. സ്നേഹമില്ലെന്ന് മനസ്സിലാക്കിയപ്പോ ഇവരുടെ കൂടെ ജീവിക്കേണ്ടെന്നൊരു തീരുമാനമെടുത്ത് ഞാൻ ആ വീട് വിട്ട് തെരുവിലേക്ക് ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ ഭക്ഷണം കഴിക്കാതെ ഞാൻ കിടന്നു. കഴിച്ചോളൂ, കഴിക്കേ. എണീക്കടാ, നിന്റെ മേലെ ചൂടുണ്ടല്ലോ. ഇത് പിടി, ഇത് കഴിക്കടാ. എനിക്കെന്തെങ്കിലും ജോലി തന്നാ ഞാനിത് കഴിക്കാം. നീ വലിയ കുട്ടിയായല്ലോ, പണിയെടുക്കണമെങ്കിൽ നല്ല ശക്തി വേണം ശരീരത്തിന്. നീ ഇത് ആദ്യം കഴിക്കടാ. അന്നു മുതൽ മല്ലയെ ഞാൻ അച്ഛാന്ന് വിളിക്കാൻ തുടങ്ങി. നിഷ, ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെ അച്ഛാന്ന് വിളിച്ചിട്ട് എത്ര കാലങ്ങളായെന്നറിയോ? എല്ലാവർക്കും സ്നേഹം കൊടുക്കുന്ന നിന്റെ ആ ഗുണമുണ്ടല്ലോ, ആക്ച്വലി അത് നിന്റെ അച്ഛൻ്റെയാ. അദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായി എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. സൂര്യ, നിനക്ക് നിന്റെ അച്ഛനോട് സ്നേഹം കാണിച്ചാൽ എന്താ? ഇത്തവണ എൻ്റെ പ്ലാൻ മിസ്സാവില്ല സുബു, തീർക്കും ഞാൻ. നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ ആരുടെ വാക്കിനാണ് കൂടുതൽ വില കൽപ്പിക്കാറുള്ളത്? സ്ത്രീകളുടെ. അന്ന് ആ ടീച്ചർ എന്താ പറഞ്ഞത്? ആ കള്ളുകുടിക്കാരൻ രാജുവിനെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. അവനെ കംപ്ലൈന്റ് ചെയ്ത് അകത്താക്കണം. ആ ടീച്ചറെ വെച്ച് നമുക്കൊരു കളി കളിക്കാം. ആ രാജുവിന്റെ വീക്ക്നെസ് എന്താ? മദ്യം. രാജുവിനുള്ള മദ്യം നമ്മുടെ അടുത്തുനിന്ന് പോകണം. ആ ടീച്ചറെ മയക്കി ജനങ്ങൾ കാണുകയെ ചുവന്ന കാറിൽ കടത്തിക്കൊണ്ടുപോകണം. രാജു മദ്യപിച്ചുറങ്ങുന്ന സമയത്ത് ആ ടീച്ചറെ അവൻ്റെ അടുത്ത് കൊണ്ടുപോയി കിടത്തണം. നാട്ടുകാർ മുഴുവൻ ഇത് കാണണം. രോഷാകുലരായ ജനം ആ രാജുവിനെ തല്ലിച്ചതച്ച് കൊല്ലണം. ചേട്ടാ, കാറെല്ലാം കത്തിച്ചു. കത്തിക്കട്ടെ. വീട്ടിന്റെ അകത്തേക്ക് പോവാണ്. തീർന്നടാ കിളവൻ. പുറത്ത് വലിച്ചോടൊന്ന് അടിച്ചോണ്ടിരിക്കുകയാണ്. ആ രാജുവിനെ ജനങ്ങൾ തല്ലി കൊല്ലി. മണ്ടച്ചാലേ, വിവരമില്ലാത്തവനെ, വലിയ പ്ലാനൊന്നും ഉണ്ടാക്കാതെ നിന്റെ അനിയനെ അവിടെ തല്ലി ചതച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് പോയി അവന്റെ ജീവൻ രക്ഷിക്കുക. ആരെങ്കിലും മേത്ത് കൈവച്ചാണ്ടല്ലോ കൊന്നുകളഞ്ഞ്. എന്റെ അനിയനാടാവൻ. അവനെ നിങ്ങൾ തല്ലുവല്ലേ? ഞങ്ങളുടെ പെണ്ണിനെ തൊട്ട നിന്റെ ആങ്ങളെ ഞങ്ങളെല്ലാരും ചേർന്ന് വെറുതെ വിടുമെന്ന് കരുതി വന്നേ. അവനെ കൊന്ന് കുഴിച്ചു മൂടും ഞങ്ങൾ. ലൈനിലാണ്. ഹലോ ബാബു, എന്തോ പ്രശ്നമുണ്ടെന്ന് കേട്ടല്ലോ. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ലോയർ സുബ്ബു വിളിച്ച് ബാബുവിന്റെ അനുജന്റെ കേസ് വന്നിട്ടുണ്ടോ, ഭയങ്കരമായിട്ട് തല്ലിയിട്ടുണ്ട്, ചിലപ്പം മരണം സംഭവിക്കുന്നു പറഞ്ഞു. വെള്ളം എടുത്തോണ്ട് വാ മോനെ. കണ്ണൂർക്ക് ഇങ്ങോട്ട് നോക്ക്. വെള്ളം കുടിക്ക. എന്താ സുബ്ബു, താനും തന്റെ മോളും തമ്മില് എന്താ പ്രശ്നം? കാര്യം എന്താ? അവള് വീട് വിട്ടു പോയി. ഓ, ഈടെയായിട്ട് നിന്റെ വിഷമങ്ങളൊന്നും എന്നോട് പറയുന്നില്ലല്ലോ സുബ്ബു. അവൾ എനിക്ക് മോളല്ല, ഞാൻ അവളുടെ അച്ഛനുമല്ല. ആ സൂര്യയാണ് നിന്റെ മരുന്നവനല്ലേ? ആ വലിയ വീട്ടിൽ രാജുവാണ് പുതിയ ബന്ധു അല്ലേ? ബാബു, ഇതൊക്കെ വിട്ടേ. എന്റെ അനുജന്റെ മരണത്തിന് കാരണക്കാർ നീയും ആ സൂര്യയുമാണ്. നിങ്ങൾ വെറുതെ വിടണമെന്നോ? നിന്നെയൊക്കെ
ഓ, ലാസ്റ്റ് കോൾ മരുമോനാണല്ലോ പോയിരിക്കുന്നേ. പറയുമെങ്കിൽ ഇത് നിന്റെ അമ്മായി അച്ഛനല്ലടാ, ബാബുവാ. ഏയ് ബാബു. യെസ്, ബാബു, കേബിൾ ബാബു. മരുമോനും അമ്മായി അച്ഛനും ചേർന്ന് എന്റെ അനുജനെ കൊന്നുവല്ലേ? അവൻ പോയടാ, എന്നെ വിട്ട് അവൻ പോയി. വലിയ വീട്ടിൽ ഒരാണ് പോലും ജീവനോടെ ഉണ്ടാവില്ലടാ. എല്ലാത്തിനെയും ഞാൻ പൊക്കും. കൃഷ്ണ, രാജു, എല്ലാത്തിനെയും ഞാൻ കൊന്നിരിക്കും. അവിടെ ഒരു ആണ്ടരിനി ഉണ്ടാവരുത്. തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞോ. മരണം നിന്റെ വീടിന്റെ വാതുക്ക വന്ന് നിൽക്കുന്നുണ്ടടാ. സാറേ, സൂര്യ ഫോൺ ചെയ്തിട്ടുണ്ട്. സംസാരിക്ക്. ഫുൾ ലവിലാണ് ഇപ്പോ. ആ സൂര്യ, അങ്കിൾ എടുത്ത് ഫോൺ കൊടുത്തേ. അവൻ ഇപ്പൊ അങ്ങോട്ട് പോയല്ലോ. അങ്കിളിനെ വിളിക്കുക, എങ്ങോട്ട് പറഞ്ഞു വിടല്ലേ? ആദ്യം എന്താ കാര്യം എന്ന് പറ. നിങ്ങൾ തോട്ടത്തിൽ വീട്ടിലിരിക്കാതെ എങ്ങോട്ടെങ്കിലും മാറ്. എന്താ പറ്റിയ ഇപ്പോ? കൃഷ്ണനെ നിങ്ങളെ കൊല്ലാൻ പോവാ, പറ്റുമെങ്കിൽ രക്ഷിച്ചോളാം പറഞ്ഞ് ബാബു ഇപ്പഴാ ഫോൺ ചെയ്തേ. അതിന് എന്റെ തോട്ടം വിട്ട് ഞാൻ ഓടണോ? നിനക്ക് നിന്റെ അച്ഛന്റെ പുറത്ത് അത്രയും സ്നേഹം കരുണയൊക്കെ ഉണ്ടെങ്കിൽ നീ വന്ന് നിന്റെ അച്ഛനെ രക്ഷപ്പെടുത്തു മോനെ. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല, കൃഷ്ണ അടുത്തേക്ക് പോവാണ്. എന്തേ? ആന്റിക്ക് വാക്ക് കൊടുത്താ. ഇത് തന്നെയാ മോനെ ഞാൻ അന്നും ചെയ്തത്. നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ ഞാൻ എന്റെ സ്വന്തം മോനെ രക്ഷപ്പെടുത്തി മറ്റൊരാളുടെ മകനെ വിധിക്കായിട്ട് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞേനെ. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? നമ്മള് വലിയ വീട്ടിലെ ആൾക്കാരാണ്. അടുത്തുള്ളവന്റെ പാത്രത്തിൽ ഭക്ഷണം വിളമ്പിയിട്ടെ നമ്മൾ കഴിക്കാവൂ. നോക്കു മോനെ സൂര്യ, എന്നെ പറ്റി ഓർത്ത് നീ വേവലാതിപ്പെടുക വേണ്ട. ഓൾ ദി ബെസ്റ്റ്. ബൈ. ഹലോ അച്ഛാ, പ്ലീസ് ഫോൺ എടുക്ക്. സ്വിച്ച് ഓഫ്. ഹലോ സൂര്യ, ഗുഡ് ന്യൂസ്. നിന്റെ തന്തയുടെ കാര്യം തീർന്നു. ഒന്നിനെ രക്ഷിക്കുമ്പോ മറ്റൊന്ന് നഷ്ടപ്പെടും. നിന്റെ അച്ഛന്റെ ചിതയ്ക്ക് തീ കൊളുത്താ പോലും നിനക്ക് കഴിയില്ല. ഞാൻ തന്നെ കത്തിക്കും. അച്ഛന്റെ 16 അടിയന്തരം വേണമെങ്കിൽ നീ നടത്തിക്കോടാ. കത്തിച്ചു കളയടാ. സാറേ, എന്തു പറ്റി? സൂര്യ,
അനിയാ നിന്റെ കാല് പിടിച്ച് അപേക്ഷിക്കും. അങ്ങേരെ വിട്ടേര്. നീ വലിയ വീട്ടിലെ പയ്യനല്ലേ, നിനക്ക് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ. നീ ഇവിടുന്ന് പെട്ടെന്ന് പൊക്കോ. ബേബി വാ വാടാ വാ. ബേബി ബേബി വേണ്ട. കർഷകരുടെ പത്രങ്ങളാണ് ഇത്. നിങ്ങളുടെ കൈ കൊണ്ടാണ് അവർക്ക് കൊടുക്കേണ്ടത്. വജ്രമണി എഴുന്നേക്ക്. അച്ഛനും മകനും അവസാനം വരെ ശത്രുക്കളായിരുന്നു എന്ന പേര് എനിക്ക് ഒരിക്കലും വേണ്ട. അച്ഛാ, കുട്ടിയായിരുന്നപ്പോൾ അച്ഛൻ്റെ കൈ കൊണ്ട് ഒരു പ്രാവശ്യം പോലും ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല. ഇപ്പൊ എനിക്കിത് വേണമെന്ന് തോന്നുന്നു. അച്ഛ എഴുന്നേക്കച്ഛ. അച്ഛാ, അച്ഛൻ എന്ന വാക്കിന് കളങ്കമാകുന്ന രീതിയിലാണല്ലോ പെരുമാറിയത്. എന്റെ ജീവിതത്തിൽ എന്ത് സന്തോഷമാണ് നിങ്ങൾ തന്നേ. ഏതോ ആരോ ഒരുത്തനെ അച്ഛന്ന് അങ്ങനെയാണ് എനിക്ക് ജീവിക്കേണ്ടി വന്നത്. എന്റെ മകൻ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതായത് നിങ്ങളുടെ പേരക്കുട്ടിക്ക് നിങ്ങൾ അവനെ സൈക്കിൾ വിട്ടാൻ പഠിപ്പിക്കണം, നീന്തൽ പഠിപ്പിക്കണം, അവനെ തോളിലേറ്റിക്കൊണ്ട് നടക്കണം, ആഹാരം കൊടുക്കണം. ദേഷ്യമാണോ? എന്നോട് ദേഷ്യമാണോന്ന്? ആയിക്കോട്ടെ, ഇനി ഞാൻ വജ്രമണിന്ന് വിളിക്കില്ല. ഇനി ഞാൻ വജ്രമണിന്ന് വിളിക്കില്ല. സാറേ, സാറേ, എന്റെ മോൻ എന്നെ അച്ചാന്ന് വിളിക്കാനെന്ന് പറയാറില്ലേ? ഒന്ന് കണ്ണു തുറന്ന് നോക്ക്. അച്ചാന്ന് വിളിക്കണേ കേട്ടില്ലേ മോനെ? ഇതൊരു പ്രാവശ്യം അച്ചാന്നൊന്ന് വിളിച്ചേ. അച്ഛാ, ഒന്ന് എഴുന്നേക്ക് സാറേ.
എണീക്ക്. ഞങ്ങളോട് ക്ഷമിക്കണം മംഗലേ. നീ എന്ത് തെറ്റാ ചെയ്തേ? പാവ കളിപ്പിക്കുന്ന ആള് മുകളിലല്ലേ ഉള്ളത്. അദ്ദേഹത്തിന് ആർക്ക് എന്ത് എപ്പോ കൊടുക്കണമെന്ന് നന്നായിട്ട് അറിയാം. ഇപ്പൊ എന്താണ്, നിങ്ങളുടെ ആധാരമൊക്കെ എന്റെ മകൻ തിരിച്ചു തന്നു. പിന്നെന്താ, സന്തോഷമായിട്ടിരിക്കേ. ആ വരൂ വരൂ വരൂ. എന്തു പറ്റി, എല്ലാരും എങ്ങോട്ടായി പോകുന്നേ? കാശിരാമേശ്വരത്തേക്ക് പോവാ. ആ, നിങ്ങൾ എടുത്തിരിക്കുന്ന നല്ല തീരുമാനമൊക്കെയാ. പക്ഷെ ഒരു കാര്യം ചെയ്യേ, പറയൂ. നിങ്ങൾക്ക് പ്രായമായി. അതെ, ഈ പയ്യനെയും ആ പെണ്ണിനെയും കല്യാണം കഴിപ്പിച്ചേക്കാം. പിന്നെ നിങ്ങളുടെ കൂടെ തന്നെ കൂട്ടിക്കൊണ്ട് പോവാലോ. നല്ല കാര്യം പറഞ്ഞത്. കല്യാണം കഴിച്ചിട്ട് അവിടെ രണ്ടുപേരും സന്തോഷമായിട്ട് പറഞ്ഞു വിടുക, അല്ലാതെ കാശിരാമേശ്വരത്തേക്ക് അയക്കാം. എന്താ മോനെ? ഞാനിതിനെ കുറിച്ച് സംസാരിക്കാൻ നിൽക്കായിരുന്നു. അപ്പൊ നിങ്ങൾ എന്നെ സംസാരിച്ചു കഴിഞ്ഞു. നിനക്കൊരു പെണ്ണിനെ കണ്ടുപിടിച്ചൂടെ? രണ്ടും ഒരുമിച്ച് നടത്താമല്ലോ. ആദ്യം അവൻ കഴിക്കട്ടെ. അവന്റെ ജീവിതം എങ്ങനെയുണ്ട് നോക്കിയിട്ട് പിന്നെ ഞാൻ കഴിക്കാം. സമ്മതിച്ചിരിക്കണ തന്നെ. നിങ്ങളുടെ മകള് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു തന്നെ അവള് ഞങ്ങളുടെ മരുമകളായി തീർന്നു. ഒരു നല്ല മുഹൂർത്തം നോക്കി നിങ്ങളുടെ കല്യാണം നടത്താം.